E-Master Medical Engineering Entrance Coaching Classes at Kochi Geo Info Park. ആ ഉരുൾപൊട്ടൽ സമയത്ത് 3 പേരുടെ ജീവൻ രക്ഷിക്കാനുള്ള നിയോഗം താങ്കളുടെ നിക്ഷിപ്തമായിരുന്നിരിക്കാം. ആ ഒരു ക്യാമറ ദൈവത്തിന്റെ കണ്ണായിരുന്നിരിക്കാം. ആൾക്കാരെല്ലാം നിലവിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കാറുന്നു. കാരണം താഴേക്ക് നോക്കിയാൽ അങ്ങ് ഭയങ്കര കൊക്കയാ. മരണത്തെ മുഖാമുഖം കണ്ടാണ് ഞങ്ങൾ എല്ലാവരും വണ്ടിക്കകത്തുള്ളവര്. മരണം തുനിശ്ചയം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ആരംഭിക്കുന്നു മൈജി ഫ്ലവേഴ്സ് 1 കോടി. ഞാനൊരു ചോദ്യം പ്രേക്ഷകരോട് ചോദിക്കട്ടെ. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്യാമറമാൻമാർ അധിവസിക്കുന്ന ഭൂപ്രദേശം ഏതാണെന്നറിയാമോ? ഗൂഗിളിൽ പരതണ്ട. തൊട്ടു മുമ്പിൽ കിടക്കുന്ന ഈ പ്രദേശം തന്നെ കേരളമാണ്. ഏതാണ്ട് 3.25 കോടി ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ വീഡിയോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ ക്യാമറമാൻമാർ കേരളത്തിലുണ്ട്. എല്ലാവരും സെൽഫി എടുക്കുന്ന കാലമാണ്. സ്വന്തം ബന്ധു മരിച്ചു കിടക്കുമ്പോൾ ബന്ധുവിന്റെ കൂടെ നിന്ന് സെൽഫി എടുക്കുന്ന ആളുകൾ പോലും കേരളത്തിലുണ്ട്. അപ്പോൾ അവരുടെ എണ്ണം ഓരോ ദിവസവും കൂടി വരികയാണ്. എന്നാൽ ഏറ്റവും വലിയൊരു അപകടത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ സ്വന്തം മൊബൈൽ ഫോൺ വലിച്ചെറിഞ്ഞ് ജോലി പോലും മുടക്കിക്കൊണ്ട് 3 പേരുടെ ജീവൻ രക്ഷിച്ച ഒരാളാണ് ഇന്ന് ഈ വേദിയിൽ എന്നോടൊപ്പം മത്സരിക്കാൻ എത്തുന്നത്. അഭിമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു KSRTC ബസ് കണ്ടക്ടറായ എരുമേലിയിൽ നിന്നുള്ള ജെയ്സൺ ജോസഫ്. KSRTC എരുമേലി ഡിപ്പോയിൽ നിന്നും ഗുജറാത്തിലേക്കുള്ള ദൂരം എത്രയാണെന്ന് ജെയ്സൺ ജോസഫ് എന്ന കണ്ടക്ടർക്ക് അറിയില്ല. എന്നാൽ ഗുജറാത്തിൽ നിന്നും കേരളം കാണാനെത്തി ഉരുൾപൊട്ടലിന്റെ മലവെള്ളപ്പാച്ചിലിൽ അകപ്പെട്ട ഒരു കുടുംബത്തെയും അവരുടെ ഡ്രൈവറെയും സാഹസികമായി രക്ഷപ്പെടുത്തുമ്പോൾ ജെയ്സൺ ജോസഫിന് മുന്നിൽ ഭാഷയുടെയും ദൂരത്തിന്റെയും അതിർവരമ്പുകൾ തെല്ലുമില്ലായിരുന്നു. ചങ്ങനാശ്ശേരി SB കോളേജിലെ MSc ബോട്ടണി വിദ്യാർത്ഥിയായിരുന്ന ജെയ്സൺ ജോസഫിന് കല്ലൂർവള്ളി എന്ന സസ്യത്തെക്കുറിച്ചുള്ള പഠനം ഡോക്ടറേറ്റ് ബിരുദം നേടിക്കൊടുത്തു. 2011 KSRTCയിൽ കണ്ടക്ടറായി ജെയ്സൺ ജോസഫ് ജോലി കണ്ടെത്തിയത്. ഒരു പതിറ്റാണ്ട് പിന്നിട്ട KSRTC ജോലിക്കിടയിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു മലവെള്ളപ്പാച്ചിലിൽ മരണത്തെ മുഖാമുഖം കണ്ട ബിപിൻ കുമാർ പട്ടേലിനെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തിയ നിമിഷം. അടുത്ത സുഹൃത്ത് തോമസ് ആയിരുന്നു അന്ന് ജെയ്സണോടൊപ്പം ബസ്സിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്ന KSRTC ഡ്രൈവർ. കർഷകനായ ജോസഫിന്റെയും വീട്ടമ്മയായ ഏലിക്കുട്ടിയുടെയും മകന് സഹജീവികളോടുള്ള സ്നേഹവും സഹതാപവും ജീവിതത്തിന്റെ ഭാഗമാണ്. കണമല ഹൈസ്കൂൾ അധ്യാപിക ജോളി ആന്റണിയാണ് ജെയ്സൺ ജോസഫിന്റെ ജീവിത പങ്കാളി. ജിയോൺ ജെയ്സൺ, ജോവാന ജെയ്സൺ, ജുവൽ ജെയ്സൺ എന്നിവരാണ് മക്കൾ. ഉയരങ്ങളിലേക്കുള്ള പടവുകൾ പണത്തിനു വേണ്ടി മാത്രമല്ലെന്നും ഒഴുകിപ്പോകുന്ന ജീവിതങ്ങളെ തിരിച്ചു പിടിക്കുകയാണ് ഏറ്റവും വലിയ മനുഷ്യത്വമെന്നും അറിവിന്റെ വേദിയിൽ സ്വയം അടയാളപ്പെടുത്തുവാൻ ജെയ്സൺ ജോസഫ് എത്തുന്നു. പമ്പ വാലിയിൽ നിന്നും ഫ്ലവേഴ്സ് 1 കോടിയിലേക്ക്. ഞങ്ങളുടെ കുട്ടേട്ടനെ വരട്ടിയോ? ജെയ്സൺ ജോസഫ്, താങ്കളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. എനിക്ക് തോന്നുന്നത് 24-ൽ താങ്കളുടെ വാർത്ത ആദ്യമായിട്ട് വായിച്ചത് ഞാനാണ്. അറിയില്ല ആണ്. കാരണം ഞാൻ ആ ദൃശ്യമൊക്കെ കണ്ട് ഞാൻ വല്ലാണ്ട് അമ്പരന്ന് പോയി. എങ്കിലും താങ്കളുടെ ഒരു വലിയ ജോലിയാണ് ചെയ്തത്. ജെയ്സൺ ശരിക്കും PhD കഴിഞ്ഞു അല്ലേ? സാർ, ഞാൻ 2014 PhD തീസിസ് സബ്മിറ്റ് ചെയ്തു. 15 അവാർഡായി. 16 കോൺവൊക്കേഷൻ കഴിഞ്ഞു. ഇതൊക്കെ ചെയ്യുന്നത് 2011 KSRTCയിലെ ജോലിക്കൊപ്പമാണ്. കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ PhD? ഉറപ്പായിട്ടുണ്ട്. ഡോക്ടർ ജെയ്സൺ ജോസഫ് ആണ് ശരിക്കും PhD, MSc PhD. ഓക്കെ, സന്തോഷം. അപ്പോൾ ജെയ്സൺ ശരിക്കും KSRTCയിൽ കണ്ടക്ടറായി 2011 മറ്റു ജോലിക്ക് എന്തെങ്കിലും ശ്രമിച്ചോ? സാധാരണ ഈ PhD ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അധ്യാപക വൃത്തിയിലേക്ക് തിരിയും, അങ്ങനെയൊക്കെയല്ലേ സാധാരണ സംഭവിക്കുന്നത്. താങ്കളുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ആ ഉരുൾപൊട്ടൽ സമയത്ത് 3 പേരുടെ ജീവൻ രക്ഷിക്കാനുള്ള നിയോഗം താങ്കളുടെ നിക്ഷിപ്തമായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കും താങ്കൾ കോളേജ് അധ്യാപനത്തിലേക്ക് പോകാൻ. ഒരുപക്ഷെ അതൊരു നിയോഗം തന്നെയായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ആ ഒരു ക്യാമറ ദൈവത്തിന്റെ കണ്ണായിരുന്നിരിക്കാം. അതുപോലെ ഈ കൈ ഒരു പക്ഷേ ദൈവത്തിന്റെ കൈയായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ആ രംഗം ഒന്ന് കണ്ടാലോ? കാരണം ഇപ്പോഴും പേടിയോടെ മാത്രം ഓർക്കാൻ കഴിയുന്ന രംഗമാണ്. തീർച്ചയായിട്ടും ഞാനത് ഷൂട്ടിന് ശേഷം
വീട്ടിൽ റൂമിൽ ചെന്നത് കണ്ടപ്പോൾ അപ്പോഴാണ് ശരിക്കും അതിന്റെ ഭീകരത മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് ഒന്ന് ഓർമ്മ പുതുക്കാൻ, ആരും മറന്നു പോയിട്ടില്ല ആ രംഗം. കാരണം 24 തന്നെ പല സമയത്തും അത് സംപ്രേഷണം ചെയ്തിരുന്നു. ഒരുപാട് പ്രേക്ഷകർ ലോകമെമ്പാടും ഇരുന്ന് മലയാളികൾ ഒരു സ്തബ്ധരായി കണ്ട രംഗങ്ങളായിരുന്നു അത്. പ്ലീസ് പ്ലേ. ഇനി നമുക്ക് ആ സംഭവത്തിലേക്ക് വരാം. ഡ്രൈവറുടെ പേരെന്തായിരുന്നു അന്ന് കൂടെ സഹായിച്ച? തോമസ് ചേട്ടൻ ഞാൻ വിളിക്കും. തോമസ് ചേട്ടൻ. തോമസ് കേറ്റി. താങ്കളും കൂടെ എനിക്ക് തോന്നുന്നു രണ്ടുപേരുടെ ഏത് റൂട്ടിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്? അപ്പോ ഞങ്ങള് എരുമേലി ഡിപ്പോയുടെ 11:30 കണയങ്കവൽ എന്ന ഷെഡ്യൂളാണ്. രാവിലെ 11:30 രാത്രി 11:30 വെളുപ്പിന് രാവിലെ ഉച്ചയോടെ 2-3 തവണ ഈ കണയങ്കവൽ, അതായത് പാഞ്ചാലിമേട് വഴിയുള്ള കണയങ്കവൽ എന്ന സ്ഥലത്ത് പോയതിനു ശേഷം 25 കിലോമീറ്ററുള്ള മുണ്ടക്കയം. സാധാരണ അവിടെ ഈ ആ ഭാഗത്ത് ഉരുൾപൊട്ടാറുണ്ടോ? സാധ്യതയുള്ള സ്ഥലമാണ്. എവിടെയായിരുന്നു ആ സ്ഥലം? പുല്ലുപാറ എന്ന് പറയും. അതൊരു മുണ്ടക്കയത്തിനും കുട്ടിക്കാനത്തിനും ഇടയ്ക്കുള്ള സ്ഥലമാണത്. ആ സ്ഥലത്ത് വെച്ചാണ് സംഭവം. നിങ്ങൾ വണ്ടി പോവാണ്? ഞങ്ങള് വണ്ടി തലേദിവസം തുടങ്ങിയിട്ട് പിറ്റേ ദിവസം ഒരു മുണ്ടക്കയം വന്നിട്ട് തിരിച്ച് 9:30-ക്കുള്ള ലാസ്റ്റ് ഫിനിഷ് ചെയ്യാൻ പോവാണ്. എരുമേലി ഫിനിഷ് ചെയ്യാൻ പോവാണ്. പഞ്ചാലിമേട്ടിൽ നിന്ന് തുടങ്ങി ഏകദേശം 10 മണിയായപ്പോൾ ഈ പുല്ലുപാറ എന്ന സ്ഥലത്തെത്തി. ആ സ്ഥലത്തെത്തിയപ്പോൾ 10 മണി രാത്രിയോ? പിറ്റേ ദിവസം പകൽ 10 മണിക്ക്. രാവിലെ 6:30 തുടങ്ങി തീരാൻ പോവാണ്. ആ 10 മണി AM ഏകദേശം ആ സമയത്ത് എത്തിയപ്പോൾ പെട്ടെന്ന് മുമ്പിൽ പോയിരുന്ന 2 കാറുകൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി. സാധാരണഗതിയിൽ അതൊരു ആക്സിഡന്റ് അല്ലെ ഇടിയാണെന്ന് വിചാരിച്ച് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തോമാച്ചേട്ടൻ പറഞ്ഞു, എന്താണെന്ന് നോക്കാമോ? അപ്പോൾ ഞാൻ കുട എടുത്തുകൊണ്ടുവന്ന് പോയി നോക്കുമ്പോൾ റോഡിൽ ഉരുൾ പൊട്ടി വീണ് ബ്ലോക്കായി കിടക്കുകയാണ്. അപ്പോൾ ഒരു അരയാൾ പൊക്കത്തിൽ മണ്ണ് കല്ലെല്ലാം വന്ന് വീണ് കിടക്കുന്നു. ഞാൻ തിരിച്ചു വന്ന് തോമാച്ചേട്ടാ വണ്ടി പോവുകയില്ല, അപ്പം റോഡ് ബ്ലോക്കാണ്, ഉരുൾ പൊട്ടി വീണാന്നാ തോന്നുന്നേ. അപ്പം യാത്രക്കാർ പറഞ്ഞു ഉരുൾ പൊട്ടിയെന്നാ തോന്നുന്നേ, യാതൊരു കാരണവശാലും പുറത്തിറങ്ങി പോകാൻ പാടില്ല, ഉടനെ എങ്ങും ബസ് പോകും തോന്നുന്നില്ല, ഇറങ്ങി നടക്കരുതെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഫയർഫോഴ്സിനെ അറിയിച്ചു. പെരുവന്താനം പോലീസ് സ്റ്റേഷനിൽ നമ്പർ ഉണ്ടായിരുന്നു, അവിടെ വിളിച്ചറിയിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അറിഞ്ഞു, കടക്കാർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് ഫോഴ്സ് വരുന്നുണ്ട്, നിങ്ങളുടെ വണ്ടിക്കകത്ത് ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഒരു 1/4 മണിക്കൂർ അവിടെ ചെലവഴിച്ചു യാത്രക്കാരും ഒക്കെ ആയിട്ട്. ആ സമയത്ത് ഡ്രൈവർ തോമസ് ചേട്ടൻ പറഞ്ഞു, ജയ്സ ഇവിടെ വീണ്ടും ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള സ്ഥലമാണ്, നമുക്ക് കുറച്ചുകൂടെ പുറകോട്ട് മാറ്റിയിടാം എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് കുറെ പുറകിലുള്ള വണ്ടിക്കാരോടെല്ലാം പറഞ്ഞു, ഞങ്ങൾ ഉരുൾപൊട്ടലാണ് ഇവിടെ, പുറകോട്ട് പരമാവധി മാറ്റിയിടാം എന്ന് പറഞ്ഞു. ഞങ്ങൾ വണ്ടി കുറെ കൂടെ പുറകിലേക്ക് മാറ്റിയിട്ടു. ആ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടിക്കാനത്ത് നിന്ന് മുണ്ടക്കയം വരെ നല്ല ഇറക്കമുള്ള സ്ഥലമാണ്. അതിന്റെ ടെറൈൻ എന്ന് പറയുന്നത് ഒരു 45 ഡിഗ്രി കൂടുതൽ ചെരിവുള്ള സ്ഥലമാണ്. ചെങ്കുത്തായ ഒരു മലയുടെ സൈഡിൽ കൂടെയാണ് ഇറങ്ങി പോകുന്നത്. അതെ. അപ്പൊ ഈ പറഞ്ഞ ബസ് കിടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ആദ്യം ഉരുൾ പൊട്ടിയ ഒരു ചാലിന്റെ, സ്ഥിരമായിട്ട് വെള്ളമൊഴുക്കുള്ള ചാലിന്റെ അതിന്റെ പുറകിൽ കൂടി, ആ വളവിന് പുറകിൽ കൂടി ഒരു വേറൊരു ചാലും കൂടി ഇതിന് പാരലായിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ടാമത്തെ ഉരുൾ പൊട്ടുന്ന ആ ഒരു 3/4 മണിക്കൂർ ഉള്ളപ്പോഴാണ് രണ്ടാമത്തെ ഉരുൾ പൊട്ടുന്നത്. ഈ 3/4 മണിക്കൂർ കൊണ്ട് ഫയർഫോഴ്സ് വന്നു. ഫയർഫോഴ്സിന്റെ ആൾക്കാർ വീരിമേട്ടിൽ നിന്ന് വന്നു, താഴേന്ന് പോലീസിന്റെ ആൾക്കാർ വന്നെങ്കിലും ഇത് ഒരു മനുഷ്യപ്രയത്നം കൊണ്ട് മാറ്റാൻ പറ്റുന്ന ഒരു കല്ലുമണ്ണുമല്ല ആദ്യം അവിടെ വന്ന് വീണത്. വലിയ പാറ കഷ്ണങ്ങള്, തടിയുടെ ഭാഗങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. ഫയർഫോഴ്സ് അവരുടെ ജോലി തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോഴത്തേക്ക് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞു. വീണ്ടും മഴ ശക്തിപ്പെട്ടു. ഞങ്ങൾ കുടയൊക്കെ ചൂടി അവിടെ നിൽക്കുകയാണ്, കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളത്തിന്റെ കളറ് മാറുന്നു, ചെറിയ പാറക്കല്ലൊക്കെ തെറിച്ച് ആദ്യം വന്ന ഭാഗത്തോടെ വരുന്നു. ഫയർഫോഴ്സുകാർ പെട്ടെന്ന് അലർട്ട് പറഞ്ഞു, ഓടിക്കോ മറിക്കോ. അപ്പൊ അവർ താഴേക്ക് ഓടി. അവർ താഴ്ഭാഗത്തു നിന്നാണ് തുടങ്ങി വന്നത്. JCB വന്നായിരുന്നു. അപ്പോഴത്തേക്ക് ഏകദേശം 1 മണിക്കൂറിന്റെ ഗ്യാപ്പ് ഉണ്ട് ആദ്യത്തേതും രണ്ടാമത്തെ സംഭവം തമ്മിൽ. ഞാൻ പെട്ടെന്ന് ഓടി വണ്ടിയെ കയറി. യാത്രക്കാരൊന്നും പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നു. വണ്ടിയെ കയറി ഡോർ അടയ്ക്കുന്ന സമയത്ത് തന്നെ ഈ വണ്ടി കുലുങ്ങുന്ന പോലുള്ള ഒച്ച ഒരു സംഭവം. ആൾക്കാരെല്ലാം ഭയന്ന് നിലവിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കാറുന്നു. കാരണം താഴേക്ക് നോക്കിയാൽ ഭയങ്കര കൊക്കയാ. റോഡിലേക്ക് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ഒരു മുട്ടപ്പം പൊക്കത്തില് കല്ല്, മണ്ണ്, ചെളി, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഒഴുക്കല്ല കുത്തി ഒലിച്ചു വരികയാണ് റോഡിൽ കൂടി. ഒരു മുട്ടപ്പം പൊക്കത്തില് അത് പറഞ്ഞറിയിക്കാൻ വയ്യ. ആ കാണുന്ന പോലെ തന്നെ മരണത്തെ മുഖാമുഖം കണ്ടാണ് ഞങ്ങൾ എല്ലാവരും വണ്ടിക്കകത്തുള്ളവര്. മരണം സുനിശ്ചയം ആ അവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഫോട്ടോ എടുക്കാം, സ്നാപ്സ് എടുക്കാം, ഏതായാലും മരണമാണല്ലോ വരുന്നത്. അപ്പം വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് വീഡിയോക്കകത്ത് ഞാൻ കാണുന്നത്
എന്തോ ഒരാൾ ഒഴുകി വരുന്ന പോലെ. ഞാൻ വീഡിയോ എടുക്കുന്ന മുൻവശത്ത് നിന്ന് അവിടുത്തെ ഷട്ടർ പൊക്കി വെച്ചിരിക്കുക, കയറി കയറാനൊക്കെ ആയിട്ട്. സാധാരണ താത്തിടല്ല, അവിടെ സീറ്റും ഇല്ല. അപ്പൊ ഞാൻ ആ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ആ ഒരു മനുഷ്യരൂപം ഒഴുകി വരുന്നു. ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ ബസ്സിന്റെ ടയർ ഭാഗത്ത്, അതായത് ഇടതുവശത്തെ ടയറിന്റെ മുൻവശത്തെ ടയറിന്റെ ആ ഭാഗത്ത് ഒരാൾ അള്ളിപ്പിടിച്ചിരിക്കുന്നു. അതിനേക്കാളും ചേർത്ത ഒരാൾ ഒരു കൊച്ചിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. ഒരു സെക്കൻഡുകൾ കൊണ്ടുവന്നു. പെട്ടെന്ന് ക്യാമറ ഞാൻ പോക്കറ്റിലിട്ടിട്ട് തോമച്ചായ എന്ന് വിളിക്കുന്നു. ഞാൻ പെട്ടെന്ന് ആ ഫ്രണ്ടിൽ കൂടെ, അപ്പൊ ഒഴുക്കൊന്നും എന്റെ മനസ്സിൽ വന്നില്ല. ഉണ്ട്. ഞാൻ എന്റെ ഫോക്കസ് മുഴുവൻ ആ ഒരു കൊച്ചിനെയും കെട്ടിപ്പിടിച്ചിരുന്നു. അതെ അദ്ദേഹം കെട്ടിപ്പിടിച്ചു. അത് എനിക്ക് എന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്തൊരു സീനാണ്. ആ പിതാവ് അത്രമേൽ കെട്ടിപ്പിടിച്ച് ബസ്സിന്റെ ടയറേൽ ഇങ്ങനെ അള്ളിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു രംഗം. ഞാൻ പെട്ടെന്ന് ചാടി ചെന്ന് ആദ്യം കൊച്ചിനെ ഇങ്ങനെ ചുറ്റിയെടുത്ത്, ചെറിയ കൊച്ച്. അദ്ദേഹത്തിന്റെ കൈവഴി പിടിച്ചിരിക്കുന്ന കൈ കോർത്ത് ഞാനിങ്ങനെ പിടിച്ച്, അന്നേരം ഇപ്പൊ ഒരു അതിമാനുഷികമായ ശക്തി, ധൈര്യം എനിക്ക് എവിടുന്ന് കിട്ടിയെന്ന് അറിയത്തില്ല. ഒരിക്കലും എന്റെ കഴിവല്ലത്. അങ്ങനെ ഒരിക്കലും എന്നെ ഹൈലൈറ്റ് ചെയ്യാൻ പാടില്ല. പിടിച്ച് അധികം ദൂരമില്ല, ഫസ്റ്റ് ഡോറുമായിട്ട് വലിച്ച് ഫുട്ബോളിലേക്ക് കൊച്ചിനെ നിർത്തുന്നു. അദ്ദേഹത്തിനെ വലിച്ച് കയറ്റുന്നു. അദ്ദേഹം ആ സമയത്ത് ബോധക്കേട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. വണ്ടിയിൽ കയറിയതിന് ശേഷം ഈ വെള്ളം കൊടുക്കുന്നതൊക്കെ ഉണ്ട്. ആ പോക്കറ്റ് ഫോൺ കിടക്കുന്നുണ്ട്. അപ്പം വെള്ളം കൊടുക്കുന്നു. അദ്ദേഹം കൊച്ച് അടുത്തുണ്ടെങ്കിലും കൊച്ചിനെയല്ല നോക്കുന്നത്. ഈ അദ്ദേഹം ഷട്ടർ തുറന്ന് പുറകോട്ട് നോക്കി കാറുമായി. അപ്പം ഞാൻ ചോദിച്ചു, എന്താ അപ്പം വൈഫിന്റെ കാര്യം പറയും. ഞാൻ നോക്കിയിട്ട് വൈഫിനെ ആരും ഒഴുകി വരുന്നതായിട്ട് കാണുന്നില്ല. ഞാൻ പെട്ടെന്ന് ഈ നോക്കാൻ ആൾക്കാരുണ്ടല്ലോ, വണ്ടിക്കകത്തുള്ള ലേഡീസ് എല്ലാം വളരെ അലർട്ടായി, യാത്രക്കാരെല്ലാം അലർട്ടായിട്ട് ഇവരെ പരിചരിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ പുറകിലേക്ക് പോയി നോക്കുമ്പോൾ ഗ്ലാസ്സിൽ കൂടെ കാണാം ഈ ബസ്സിന്റെ തൊട്ട് പുറകിൽ ഒരു പോലീസിന്റെ ഇന്നോവ കിടപ്പുണ്ട്. തിരിച്ചു പോകാൻ വേണ്ടി പോയ പോക്കിലാണ് ആ ഇന്നോവ കിടക്കുന്നത്. ആ ഇന്നോവയുടെ പുറകിൽ 2 വണ്ടിയുണ്ട്. എനിക്ക് തോന്നുന്നത് സ്വിഫ്റ്റ് അതുപോലത്തെ ഒരു ഡിസൈർ പോലൊരു കാറാണ്. ആ കാറിന്റെ ഒരു കാറിന്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു സ്ത്രീയുടെ ഇത്രയും ഒരു ഫേസ് ഉൾപ്പെടെ അവര് നിലത്ത് ഈ ഒഴുക്കിൽ വീണ് കിടക്കുക. എന്നിട്ട് ഈ കാറിന്റെ ബോണറ്റിൽ പിടിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു കാഴ്ച ഞാൻ കാണുന്നത്. പെട്ടെന്ന് ഞാൻ കയ്യിലുണ്ടായ ഫോണ് ചേട്ടാ അത് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വീണ്ടും ആ ഒഴുക്കിൽ കൂടി നടന്നു പോകാൻ പറ്റത്തില്ല, ചാടി ഓടണം. എങ്ങനെ ഓടിയെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെയാണ് ഓടിയത്. അവിടെ എത്തുന്നു. ഞാൻ ഇവരെ വലിച്ച് എണീപ്പിക്കാൻ നോക്കുമ്പോൾ ഒരു രക്ഷയില്ല. ആ സമയത്ത് തോമസ് ചേട്ടൻ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു. തോമസ് ചേട്ടൻ ഓടി വരുന്നു. തോമസ് ചേട്ടൻ ഞാനും കൂടി വലിച്ച് എണീപ്പിക്കാൻ നോക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഞാനത് നോക്കിയപ്പം ഇവരുടെ ആ ടയറിന്റെയും കാലിന്റെയും കൂടി തൊട്ട് പുറകിലായിട്ട് ഉരുൾവെള്ളത്തിൽ വന്ന കല്ല് ഇങ്ങനെ ജാമായിട്ടിരിക്കുക. എണീക്കാൻ പറ്റത്തില്ല, നമുക്ക് വലിച്ചെടുക്കാനും പറ്റത്തില്ല. ആ ഒരവസ്ഥയിലാണ്. അപ്പൊ ഞങ്ങൾ ആ സമയത്ത് തന്നെ പെട്ടെന്ന് ഈ ഇവരുടെ ഡ്രൈവർ ഒഴുക്കിൽപ്പെട്ട് ഈ ഇന്നോവയുടെ ഗ്രില്ലിൽ പിടിച്ച് നിപ്പുണ്ടായിരുന്നു. അവിടുന്ന് 1-2 ആരൊക്കെ ഓടി വന്നെന്ന് അറിയത്തില്ല. ഡ്രൈവർ മറ്റ് 1-2 പേര് ഓടി വന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. അപ്പോഴത്തേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ മലയുടെ ഒരു ചാലിൽ നിന്ന് ഡാം തുറന്നു വിട്ടാലും ഇങ്ങനെ വരത്തില്ല, അതുപോലെ കല്ല്, മണ്ണ്, ചെളി എല്ലാം കൂടെ തെറിച്ച് ഇങ്ങനെ നമ്മുടെ നേരെ വരിക. ആ സമയം എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതൊന്നും പറ്റിയില്ല. മരണമാണ് കാണുന്നത്. അപ്പോൾ ഇവര് പെട്ടെന്ന് ഈ കാറിൻ്റെ ഒരു സൈഡ് ഉയർത്താൻ നോക്കി. ഇവരുടെ കാല് പെട്ടെന്ന് ഊരി വന്നു. എല്ലാവരും കൂടി എടുത്തുകൊണ്ട് ഞങ്ങളുടെ RNC 870 ആ നമ്പർ ബസ്സിലേക്ക് എടുത്തു കയറ്റി. ഇതിനകത്ത് ഞങ്ങൾ മാത്രമല്ല, യഥാർത്ഥത്തിൽ ആ ബസ്സും ഇതിനകത്തൊരു രക്ഷയ്ക്ക് കാരണമായി. കാരണം ആ ബസ്സിന്റെ ടയറാണ് ഇവർക്ക് പിടിച്ചെടുക്കാനൊരു കാരണമായി കിടന്നത്. അപ്പം മനസ്സിലായി. അത് ബസ്സിനെ നമ്മൾ മറക്കാൻ പാടില്ല. ഓക്കെ, തീർച്ചയായിട്ടും. എനിക്കൊന്ന് ഒരുപക്ഷെ ഏറ്റവും വലിയ നമ്മൾ ആ ദുരന്തത്തിൽ കണ്ട വലിയ പേടിപ്പെടുത്തുന്ന നിമിഷങ്ങളിലൊന്നായിരുന്നു അത്. അപ്പോൾ എന്തായാലും താങ്കളെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. 24-ലെ ഈ വാർത്ത സംപ്രേഷണം ചെയ്യുമ്പോൾ ഞാനായിരുന്നു ഈ വാർത്ത വായിച്ചത്. ഞാൻ വളരെ അമ്പരപ്പോടെയാണ് ശരിക്കും ഇവർ ഈ ഒഴുക്കിൽപ്പെട്ട് കിടക്കുന്നു, താങ്കൾ അവിടെ ചെല്ലുന്നു, ഇതൊക്കെ ഞാൻ കണ്ടത്. അപ്പോൾ താങ്കളെ വീണ്ടും ഈ വേദിയിൽ വെച്ച് കാണാൻ പറ്റിയതിൽ എനിക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ട്. എനിക്കും താങ്കൾ ഇതൊക്കെ സംസാരിക്കുമുണ്ടാകുന്ന നിമിഷം ഞാനപ്പോൾ ഈ വാർത്ത ആ സമയം വായിച്ചത്, ഈ രാവിലെ വായിച്ചതൊക്കെ ഞാൻ ഓർക്കുകയായിരുന്നു. സാറിനോട് വോയിസിലാണ് സംസാരിച്ചത് അന്ന് രാവിലെ, ഞായറാഴ്ച രാവിലെ നമ്മൾ സംസാരിച്ചു, ഓർമ്മയുണ്ട്. അപ്പോൾ താങ്കൾ അപ്പോൾ അത് വിശദമായിട്ടൊക്കെ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ഇന്ന് എന്തായാലും ഇതൊരു മത്സര വേദിയാണ്, താങ്കൾക്ക് അറിയാമല്ലോ. 1 കോടിക്ക് വേണ്ടിയുള്ള മത്സരമാണ്. താങ്കൾ കണ്ടിട്ടുണ്ടോ ഈ പരിപാടി? ഞാൻ സ്ഥിരമായിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഡ്യൂട്ടി ഇല്ലാത്ത സമയങ്ങളിലൊക്കെ കാണാറുണ്ട്. അപ്പൊ ഇതിന്റെ നിയമങ്ങളൊക്കെ ഏകദേശം വശമുണ്ടല്ലോ. പിന്നെ കുട്ടേട്ടുണ്ട്. താങ്കൾക്ക് എന്ത് സഹായത്തിനും, താങ്കൾക്ക് കുട്ടേട്ടനും വേണമെങ്കിലും ഒന്ന് സഹായിക്കാം. കുട്ടേട്ടന് സഹായമാണ് ഞങ്ങളുടെ വലിയ സഹായം. ഓക്കെ കുട്ടേട്ടാ, ഇതാണ് ജെയ്സൺ ജോസഫ്. ഇപ്പോ വൈറലായി 2ാം തവണയാണ്. ആദ്യ തവണ PhD കണ്ടക്ടർ ജോലി ചെയ്തുകൊണ്ട് PhD എടുത്തു, വൈറലായി അല്ലേ?
ഇനി ഒരിക്കൽ കൂടി വൈറലാവും. വൈറലാക്കിയതല്ല, വൈറലായി പോയതാ, കൈവിട്ട് പോയതാ കാര്യങ്ങൾ. രണ്ടാമത്തെ തവണ നാട് ഏറ്റവും അഭിമാനിക്കുന്ന രീതിയിൽ വൈറലായി. ഇനി ഒരു തവണ കൂടെ വൈറലാവും. മിസ്റ്റർ ജെയ്സൺ ജോസഫ്, താങ്കളുടെ കഥ കേട്ട് ഞാൻ ത്രില്ലടിച്ചിരിക്കുകയാണ്. താങ്കളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്നായി മത്സരിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ നമുക്ക് ഇന്നിപ്പോ ഈ മത്സരത്തിന് വരുമ്പോ കൂടെ ആരെയൊക്കെ കൂട്ടിയത്? നമ്മുടെ ആ തോമസ് ചേട്ടനുണ്ടോ? തീർച്ചയായിട്ടും അദ്ദേഹമില്ലാതെ എനിക്കൊരു ഒന്നുമില്ല. കാരണം ഞങ്ങളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്തത്. കാരണം ഇതിനുശേഷമുള്ള ഒരുപാട് കാര്യങ്ങള് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ആ യാത്രക്കാരെ മുഴുവൻ അവിടുന്ന് മാറ്റിയത്. തോമസ് ചേട്ടനുണ്ട്. പിന്നെ ആരാ ഉള്ളത്? പിന്നെ ഞങ്ങളുടെ സുഹൃത്താണ് ഷിജു. അപ്പോ അവരെ ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ തൊപ്പി വെച്ച ചേട്ടൻ ഷിജു എന്താ ചെയ്യുന്നത്? സാർ, ഞാൻ വീട്ടിലെ സ്വന്തം പരിപാടികളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. എന്നാലും പുറത്ത് പറയാൻ പറ്റുന്ന പരിപാടികളാണോ? അതെ, പുറത്ത് പറയാൻ. ഇപ്പൊ ഒരു റിസ്കി ജോബാണ്, കോവിഡ് ഡ്യൂട്ടിയാണ്. കോവിഡ് ഡ്യൂട്ടിയാ? അതെ. അതായത് നമ്മുടെ പഞ്ചായത്തിന്റെ താൽക്കാലികമായിട്ട് കോവിഡ് ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. കോവിഡ് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും അതിനകത്ത്? കോവിഡ് സെന്ററിൽ CFLTC അവിടുത്തെ ഒരു സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാണ്. 1.5 വർഷത്തോളമായി. ഓക്കെ. ഇപ്പൊ എനിക്കൊന്ന് 18-19 മാസമായിട്ട് താങ്കൾ എൻഗേജ് ആയിരിക്കും. അതെ അല്ലേ? ഓക്കെ. കഠിന പ്രയത്നത്തിലായിരുന്നു. തീർച്ചയായും അല്ലേ? ഓക്കെ. നിങ്ങളെ കുറിച്ചൊക്കെയാണ് നമുക്ക് അഭിമാനമുള്ളത്. കാര്യം നമ്മൾ ഈ 18-19 മാസക്കാലം ഈ വാർത്താ ചാനലിൽ നിൽക്കുമ്പോൾ അവധികളൊന്നും എടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ കാണുന്നത് നിങ്ങളുടെ കൂടെ തന്നെ ഈ മാധ്യമക്കാർ ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഭാരിച്ച ജോലി എന്തായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, വളരെ സന്തോഷം. അപ്പൊ താങ്കൾ ഞങ്ങളുടെ തോമസ് ചേട്ടൻ, ഫുൾ നെയിം എന്താണ്? AT തോമസ് നേതാവേ അല്ലേ? ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് താങ്കളെ കുറിച്ച് ഓർക്കുമ്പോൾ ഇദ്ദേഹത്തോടൊപ്പം താങ്കളും വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. ഞാൻ ദൃശ്യങ്ങളിൽ ഇത് മനസ്സിലാക്കി. ആ വാർത്ത സംപ്രേഷണം ചെയ്ത ഒരു നിർഭാഗ്യകര അനുഭവം എനിക്കാണ് ഉണ്ടായത്. ആ ദൃശ്യത്തിന്റെ ആ ക്രൗര്യത മുഴുവൻ കാണാൻ എനിക്ക് പറ്റി. അപ്പോൾ തോമസ് ചേട്ടാ വിട്ടോളൂ എന്നല്ല പറയുന്നത്, തോമസ് ചേട്ടൻ വിടരുത്. ഓക്കെ. എന്തായാലും വളരെ നന്നായി. ഈ KSRTC ബസ്സും നിങ്ങൾ രണ്ടുപേരും ചരിത്രത്തിൽ ചേക്കേറി. കാരണം 3 പേരുടെ മനുഷ്യൻ രക്ഷിച്ചു എന്നുള്ളത് ധാർമ്മികതയുടെ ഭാഗമാണെങ്കിൽ പോലും അപ്പൊ ആ സമയത്ത് നിങ്ങൾക്കൊരു സാമാന്യ ബുദ്ധി തോന്നി കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഈ ഉരുൾപൊട്ടിയൊക്കെ നിൽക്കുന്ന മുനമ്പിൽ സ്വന്തം ജീവൻ വേണ്ടാന്ന് വെച്ച് വേണമല്ലോ അപകടത്തിൽ നമ്മൾ ആളെ രക്ഷിക്കാൻ ഇറങ്ങാൻ. അങ്ങനെ ഇറങ്ങാൻ നിങ്ങൾ കാണിച്ച മനധൈര്യം അത് നമ്മൾ അംഗീകരിക്കുന്നു. അപ്പോൾ തോമസ് ചേട്ടന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഭാര്യ, 3 മക്കള്, ഭാര്യയുടെ അമ്മ. അപ്പോൾ KSRTC ആയിട്ട് എത്ര കാലമായി? 13 വർഷം. സ്വന്തമായിട്ട് തീരുമാനിച്ച് ഡ്രൈവർ ആയതാണോ അതോ? ഞാൻ ഡ്രൈവറായിരുന്നു ചെറുപ്പത്തിൽ. അത് കഴിഞ്ഞ് ടെസ്റ്റ് എഴുതി. സ്ഥിരം റൂട്ടാണോ എരുമേലി റൂട്ട്? 7 കൊല്ലമായിട്ട് കണയങ്കോല് തന്നെയാണ്. ഈ ബസ്സിൽ തന്നെയാണ്. ഇതിനിടയിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ മുമ്പ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ ഉരുൾപൊട്ടലുണ്ടായിട്ട് ആദ്യമായിട്ടാണ്. ഇതൊക്കെ കഴിഞ്ഞ് കാര്യം നിങ്ങൾ പെട്ടെന്ന് ജനം ശ്രദ്ധിച്ചു, സർക്കാർ ശ്രദ്ധിച്ചു, അധികൃതർ ശ്രദ്ധിച്ചു. പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് പോലും വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ KSRTC നേതാക്കന്മാരെന്താ പറഞ്ഞു? മേലധികാരികൾ എല്ലാരും വിളിച്ചു. ഞങ്ങളെ ബഹുമാനപ്പെട്ട മന്ത്രി വിളിച്ചു. ഞങ്ങളെ 2 പേരെയും വിളിച്ചു. ബഹുമാനപ്പെട്ട CMD ബിജു പ്രഭാകർ സാർ വിളിച്ചു. എക്സിക്യൂട്ടീവ് ഡയറക്ടർമാര് അനിൽകുമാർ സാറ്, ഷെറഫ് സാറ്, അവരെല്ലാം വിളിച്ചു. ഞങ്ങളുടെ ATO വിളിച്ചു. എല്ലാരും വിളിച്ചു. എന്താ പറഞ്ഞത്? നമ്മുടെ മന്ത്രി എന്താ പറഞ്ഞത്? അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾ എന്തോ ചെയ്തെന്ന് ഞങ്ങൾ അന്നേരം അറിയാം. അതുവരെ ഞങ്ങൾ പേടിച്ചു പോയി. ഞങ്ങൾ രാത്രി പോയിട്ട് ഈ വീഡിയോ കണ്ടു. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ 2 പേരും പേടിച്ചു പോയി. 8 കിലോമീറ്റർ നടന്നിട്ടാണ് ഈ വണ്ടിയെല്ലാം സേഫ് ആക്കി യാത്രക്കാരെ ഒഴിപ്പിച്ച് എല്ലാവരെയും സുരക്ഷിതമായിട്ട് മാറ്റിയിട്ട് ഞങ്ങൾ ലാസ്റ്റാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ വണ്ടി ഞങ്ങൾ അവിടുന്ന് ആ ഉരുൾപൊട്ടലിലെ സാധ്യതയുള്ള മേഖലയിൽ നിന്ന് മാറ്റിയിട്ടിട്ട് ഞങ്ങൾ 6 കിലോമീറ്റർ നടന്ന് ഞങ്ങൾ സേഫായിട്ട് ഞങ്ങളുടെ റൂമിൽ പോയിട്ട്, സ്റ്റേ റൂമുണ്ട്, അവിടെ പോയിട്ട് ഈ വീഡിയോ ഒക്കെ കണ്ടു. ഉറങ്ങിയില്ല രാത്രി. വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഉറക്കത്തില്ല. അന്ന് കഴിഞ്ഞ് പിന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർ വിളിച്ച്, അവർക്ക് വിളിച്ച് കഴിഞ്ഞപ്പോൾ അഭിനന്ദനം അറിയിച്ചപ്പോൾ ഞങ്ങൾ എന്താ കളിയാന്ന്. അപ്പോൾ ഞങ്ങൾ ഇതേക്കുറിച്ച് അങ്ങ് മറന്നുപോയി. ഞങ്ങൾക്ക് ആ ഭീകരത, ആ കൊച്ചിന്റെ ആ രൂപം സാറ് കണ്ടു. അതിലും പേടിപ്പിക്കുന്നതാണ് ആ സ്ത്രീയുടെ ദേഹത്തെ വസ്ത്രങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇതായിട്ട് ഞങ്ങള് വണ്ടിയിലുണ്ടായിരുന്ന സ്ത്രീകളൊക്കെ ഷാൾ. അവർ ഏത് സ്റ്റേറ്റുകാരായിരുന്നു? ഗുജറാത്ത്. അവർ ടൂറിസ്റ്റ് ആയിട്ട് വന്നതാണ്. ടൂറിസ്റ്റുകളായിരുന്നു. അവര് പിന്നെ നിങ്ങളെ വിളിച്ചോ? ഇല്ല, വിളിക്കാൻ അവർക്ക് അതൊരു സാധ്യതയില്ല. അവർ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഒഴുകിപ്പോയെന്നാണ് അവരുടെ ഡ്രൈവർ റിയാസ് പറഞ്ഞത്. നിങ്ങൾ ഇങ്ങനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് വേറൊരു ഡ്രൈവർ, പൂഞ്ഞാറിലെ ഡ്രൈവർ, വെള്ളത്തിലൂടെ KSRTC ഓടിച്ച് ശ്രദ്ധിക്കപ്പെട്ടത്. എനിക്ക് അതിലും വലിയ പറ്റി സാറേ. ഈ സംഭവം നടക്കുമ്പോൾ എന്റെ വീടിന് ചുറ്റും ഞാൻ ഏന്ത്യാറിനും വിളങ്ങാടിനും ഇടയ്ക്ക് മുക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്റെ വീടിന്റെ 2 സൈഡിൽ കൂടെ ഉരുള് പോയി. ഞങ്ങളുടെ അപ്പുറത്തെ സൈഡിലുള്ള ഒരു 4 വീട് ഒലിച്ചു പോയി. എന്റെ ഒരു പരിചയക്കാരൻ, അതായത് ഒരു 50 മീറ്റർ അകലെയുള്ള വീട്ടിലെ ആള് വേറൊരു സ്ഥലത്തു നിന്ന് ഒഴുകിപ്പോയി. അവിടുന്ന് തന്നെ ഒഴുകിപ്പോയി അയാൾ മരണപ്പെട്ടു. ഇത് ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുന്ന പിറ്റേ ദിവസം വൈകിട്ട് ചെല്ലുമ്പം എന്റെ നാടും വീടുമാണെന്ന് വിശ്വസിക്കാൻ കുറെ പാടുപെട്ടു. ആ ഏന്ത്യാറ് ഇളങ്കാട് കൂട്ടിക്കല് ആ മേഖലയിലാണ്. എന്തായാലും ജീവിതത്തിൽ വലിയൊരു കാര്യം ചെയ്തു എന്ന് നിങ്ങൾക്ക് അഭിമാനത്തോടെ ഓർക്കാം. എപ്പോഴും ജീവന്റെ വില നമുക്ക് എപ്പോഴും കണക്കാക്കാൻ പറ്റത്തില്ല. അപ്പൊ 3 പേരുടെ ജീവന് നിങ്ങൾ കാരണക്കാരായി നിലനിൽക്കാൻ. 3 അല്ല സാറേ, 3 ബസ്സും കൂടെ ഞങ്ങളുടെ പുറയിലുണ്ടായിരുന്നു. അതിലെ 2 പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവർ കുറേ 1 മണിക്കൂറായിട്ട് ബ്ലോക്കല്ല, 1.5 മണിക്കൂറായിട്ട് ബ്ലോക്കാ. അവര് രാവിലെ ഇറങ്ങിയതാ, ഞങ്ങൾ കാപ്പ് കുടിച്ചില്ല. അപ്പുറം ഇപ്പോഴാകുമ്പോൾ കാപ്പ് കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഫയർഫോഴ്സുകാർ ഈ റോഡിന്റെ ബ്ലോക്ക് മാറ്റിക്കൊണ്ടിരിക്കുക.
അവർ കാപ്പ് കുടിക്കാൻ പോയി. അവർക്ക് തിരിച്ച് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റിയില്ല. പറ്റുന്നില്ല. ഉരുള് വന്നു കാപ്പ് കുടി കഴിഞ്ഞു. പിന്നെ ഫയർഫോഴ്സുകാരെല്ലാം താഴെ, ഒരു ഡ്രൈവർ മാത്രമേ ഉള്ളൂ ഫയർഫോഴ്സിന്റെ. അപ്പൊ ആ പുള്ളിയെ പറഞ്ഞ് നമുക്ക് പുറകോട്ട് മാറ്റണം. അത് കഴിഞ്ഞ് ഈ സംഭവം എല്ലാം കഴിഞ്ഞ് ആ സ്ത്രീയെ എല്ലാം സേവ് ആക്കി കഴിഞ്ഞ് ഇവരെ ഒഴിപ്പിക്കണ്ടേ വണ്ടിയെന്ന്. ഈ ഞങ്ങളുടെ വണ്ടിയിലോട്ട് കുറച്ചുപേരും കൂടെ വന്ന് കയറിയായിരുന്നു. ഈ വഴിയിലൊക്കെ നിന്നവർ ഇത് കണ്ടോണ്ട് നിന്നവര്. അവര് കയറിയൊരു 10-20 പേരോളം ഞങ്ങള്. വീഡിയോ പിടിക്കുന്നവര് ശരിക്കും ഉണ്ടായിരുന്നു അവിടെ? ഇല്ലില്ല, ആരുമില്ല. പറഞ്ഞാൽ കേട്ടത് ആദ്യമായിട്ടാണ് യാത്രക്കാരൻ. ഞങ്ങൾ പറയുന്ന KSRTC പറയുന്ന ഒരു യാത്രക്കാരൻ അപ്പാടി സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ നമുക്ക് ഏറ്റവും ദേഷ്യം വരുന്നത് ഇങ്ങനെ നിൽക്കുന്നതാണ് ഒരാള്. അവരെ ഞങ്ങള് ഒഴിപ്പിച്ചു. ആ യാത്രക്കാരെ ഞങ്ങൾ 4 പേരെ വെച്ച്, ഫയർഫോഴ്സിലെ ആ ഒരു ഉദ്യോഗസ്ഥൻ ഡ്രൈവർ, പിന്നെ ഞങ്ങൾ 2, പിന്നെ 2 ടൂറിസ്റ്റ് ടാക്സിയുടെ ഡ്രൈവർമാര്, ഇത്രയും പേര് കൂടി. ഇത്ര പേരെ ഉള്ളായിരുന്നു ഓൾറെഡി ഇതിനകത്ത് ഇറങ്ങാൻ. വെള്ളമല്ലേ, ഇത്രയും വെള്ളമല്ല. അപ്പൊ ഞങ്ങള് ഫയർഫോഴ്സുകാരൻ പറഞ്ഞ അധികം പേരെ കടത്തി വിടരുത്, 4 പേരെ വിടാൻ പറഞ്ഞു. 4 പേര് വരാൻ പറഞ്ഞ ആണുങ്ങളെല്ലാം കൂടെ ഇറങ്ങി. ഞാൻ പറഞ്ഞു കയറി. അത് വേണ്ട, ആദ്യം രക്ഷപ്പെട്ടവരെ പിടിപ്പിച്ചു. അപ്പൊ ആ കൊച്ചിനെ വിളിച്ചിട്ട് ഈ തന്ത വിളിച്ചിട്ട് വരുന്നില്ല. ഈ തന്തയുടെ കൂടെ ഒഴിപ്പോണ്ട് ആ കൊച്ചിനൊരു പേടി. ഉടനെ ഞാൻ ചുമ്മാ ഒന്ന് ചോദിച്ചു, മോനെ ഇങ്ങനെ കൈ കാണിച്ചു ചാടി ഇങ്ങോട്ട് വന്ന് കെട്ടിപ്പിടിച്ചു. ആ ലേഡിയായിട്ട് ജെയ്സനും പുറകെ വന്നു. ആ ചേട്ടന് നടന്നും വന്നു. അങ്ങനെ ഞങ്ങൾ അവരെ കൊണ്ട് അപ്പുറത്തൊരു കോട്ടയം ബസ് കിടപ്പുണ്ട്, അതിൽ കയറ്റി. ഞാൻ അക്കരയിലോട്ട് ചെന്ന ഒരു പോലീസുകാരൻ ഓടി വന്നു. അപ്പൊ ഇതിട്ടിട്ട് പോയി, വണ്ടി ഇട്ടിട്ട് പോയ പോലീസുകാരൻ ഓടി വന്നു. അയാൾ കൊച്ചും വാങ്ങിച്ചോണ്ട് ഓടി എൻ്റെ കയ്യിൽ നിന്ന്. അപ്പൊ ഇവരെ ഞങ്ങൾ അവിടെ ആക്കിയിട്ട് പിന്നെ തിരിച്ച് ഇതിനകത്ത് ആളിരിക്കില്ല. ഞങ്ങൾ പോയിട്ട് 4 പേരെ ഒഴിപ്പിക്കാൻ ആണുങ്ങളെല്ലാം കൂടെ ചാടി. അവരെ മാറ്റിയിട്ട് പെണ്ണുങ്ങളെ ആദ്യം ഒഴിപ്പിച്ചു. അത് കഴിഞ്ഞ് പുരുഷന്മാരെ ഒഴിപ്പിച്ചു. പിന്നെ അതിന്റെ ഫ്രണ്ടിൽ കിടന്ന ഒരു പ്രൈവറ്റ് ബസ്, ആ ബസ്സിലെ ആൾക്കാരെ ഞങ്ങൾ പോയി ഒഴിപ്പിച്ചു. വിളിച്ച് ഇറക്കി കൊണ്ടുവന്ന് അപ്പുറത്ത് കിടത്തി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനോട് ഒരു എറണാകുളം വണ്ടി, അങ്ങനെ 3 ബസ്സായി ഉരുൾപൊട്ടലിന്റെ നടുക്കായി പോയി. അതേലെ ആൾക്കാരെ വിളിച്ചു. അപ്പം ഏറ്റവും വലിയ രസം എന്നാന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാം ഇത് പോയത്, ഞങ്ങൾക്ക് പോയത് ഒരു ചേട്ടന് പ്രായമുള്ള ഒരാളാണ്. ചെരുപ്പ് പുള്ളിയുടെ പോയി. മോനെ എന്റെ ചെരുപ്പ് പോയെന്ന് പറഞ്ഞ് കൈ വെടിപ്പിച്ചിട്ട് പോവുക. ഇയാളെ കൈ വിട്ടാ പോവുക. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പറയാതിരിക്കാൻ വയ്യ. ഇതിന്റെ എന്തായാലും വളരെ സന്തോഷം താങ്കളെ കണ്ടുമുട്ടാൻ കഴിഞ്ഞതിൽ. ഓക്കെ ഷിജു, നീ നമ്മുടെ മത്സരത്തിലേക്ക് പോകുന്നു. 1 കോടിയുടെ മത്സരമാണ്. ഫ്ലവേഴ്സ് 1 കോടി, അങ്ങനെയാണ് അതിന്റെ പ്രശ്നം. അപ്പോ ഇനി താങ്കൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമുണ്ട്. 10 ചോദ്യങ്ങളുടെ 1 കോടി, 20 ചോദ്യങ്ങളുടെ 1 കോടി. ഏത് കോടി വേണമെങ്കിലും എടുക്കാം. ഞങ്ങള് കോടി പ്രതീക്ഷിച്ചല്ല വന്നത്. യഥാർത്ഥത്തില് ഇങ്ങനെ ഒരു ആർക്കും കിട്ടാത്തൊരു അവസരം ഈ സ്റ്റേജില് സാറിനോടൊപ്പം കുറച്ച് സമയം. എനിക്കാണ് സന്തോഷം നിങ്ങൾ വന്നതില്. ഒരവസരം കിട്ടിയപ്പോ ഞങ്ങൾ തീർച്ചയായിട്ടും വേറൊന്നും ഉദ്ദേശമല്ല വന്നിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഓക്കെ. അപ്പൊ താങ്കൾ എങ്ങനെ കളിക്കും? 10 ചോദ്യം ഇൻറ്റു 1 കോടി, അല്ലെങ്കിൽ 20 ചോദ്യം ഇൻറ്റു 1 കോടി? 20-30 ചോദ്യം. അപ്പൊ 20 ചോദ്യം മതി. 20 മതി. തൽക്കാലം നമുക്ക് 20 കൊണ്ട് മതി. ഓക്കെ, അപ്പൊ കളി തുടങ്ങട്ടോ. അപ്പോ 10,000 രൂപയുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. തോമസ് ചേട്ടാ വിട്ടോ എന്ന് പറഞ്ഞു കളയരുത്, ഇവിടെ തന്നെ ഉണ്ടാവണം. ഓക്കെ, അപ്പോ മോണിറ്റർ പ്ലീസ്. ബസ് കണ്ടക്ടറിൽ നിന്ന് സൂപ്പർ താര പദവിയിലെത്തിയ ചലച്ചിത്ര താരം ആരാണ്? ഓപ്ഷൻ എ അജിത്, ഓപ്ഷൻ ബി അമിതാഭ് ബച്ചൻ, ഓപ്ഷൻ സി ചിരഞ്ജീവി, ഓപ്ഷൻ ഡി രജനീകാന്ത്, ഓപ്ഷൻ ഇ കമൽഹാസൻ. ഒരു ബസ് കണ്ടക്ടറുടെ ജോലി, അത് കഴിയുമ്പോൾ ഇന്ത്യൻ സിനിമയിൽ സൂപ്പർ സ്റ്റാർ ആകുന്നു. യഥാർത്ഥ സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. ഉറപ്പാണോ? ഉറപ്പല്ലേ? ഇന്ത്യയിലുള്ള എല്ലാ കണ്ടക്ടേഴ്സിനും അഭിമാനമാണ് രജനീകാന്ത്. തീർച്ചയായും ഉത്തരം ശരിയാണ്. മാത്രമല്ല, ഈ അടുത്ത ദിവസം ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് അദ്ദേഹത്തിന് സമ്മാനിച്ചു. ഒരുപക്ഷെ വിദേശ നാടുകളിൽ പോലും സൂപ്പർ ഹിറ്റാകുന്ന ഒരു ഏക പ്രാദേശിക ഭാഷയായിരിക്കും തമിഴ്. ജപ്പാനിലൊക്കെ ഒരുപാട് ആരാധകർ, അങ്ങനെ അവിടെ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. സിനിമ 2 കാര്യമാണ് സിനിമയിൽ അദ്ദേഹത്തിനെ അസാധാരണനാക്കുന്നത്. ഒന്ന്, സിനിമയുടെ ചർച്ച നടക്കുമ്പോൾ തന്നെ ആ സിനിമ ലാഭകരമായി മാറും. അത് അദ്ദേഹത്തിന്റെ മാത്രം അത്ഭുതം, നിരന്തരമായി ഈ പ്രായത്തിൽ. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിനെ കൊണ്ട് സിനിമാ നിർമ്മാതാവിന് നഷ്ടം വന്നാൽ ആ നിർമ്മാതാവിന്റെ നഷ്ടം നികത്തി കൊടുക്കുന്ന ഏക ചലച്ചിത്ര താരവും അദ്ദേഹമാണ്. പിന്നെ രഹസ്യമായിട്ട് പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, തന്റെ കഷണ്ടി മറയ്ക്കാതെ പുറത്തിറങ്ങുന്ന ഏക നടനും പുള്ളിയാണ്. ധൈര്യമുള്ള അത് ഞാനൊരു നടനോട് ചോദിച്ചു, നിങ്ങൾക്ക് രജനീകാന്തിന്റെ കൂട്ട് ഇറങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു അത് അങ്ങ് നടക്കും, ഇവിടെ നടക്കത്തില്ലെന്ന്. ഓക്കെ, ഇനി പുള്ളിക്കൊന്നും ഒരു കോൺഫിഡൻസ് ഇല്ല. ജെന്യുവൻ പേഴ്സൺ. 10,000 രൂപ ഈശലായി. കണ്ടക്ടറുടെ ആ സാധനം ഉണ്ടല്ലോ, ബാഗ്, അതുപോലെ നല്ല ബാഗ് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇന്ന് ഫ്രീ ആയിട്ടാ വന്നത്. 1 കോടി പ്രതീക്ഷിക്കുന്നില്ല, 1 രൂപയും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ഒരു പെട്ടി ചുമ്മാ തരും. 1 കോടി കിട്ടിയ ബോണസ് ആയിട്ടൊരു പെട്ടി അത് തരും. അപ്പൊ താങ്കൾക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? അവസരം കിട്ടിയാൽ അഭിനയിക്കും, നോക്കാം. കാര്യം പല ഡയറക്ടേഴ്സും ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. താങ്കൾ കരാട്ടെ പഠിച്ചിട്ടുണ്ടോ? 1996 മുതൽ ഷിറ്റോറിയു കരാട്ടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യാൻ താങ്കളിപ്പോ? ഞാൻ ബ്ലാക്ക് ബെൽറ്റ് 2nd ഡിഗ്രി അവിടം വരെ എത്തി. ഓക്കെ, പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പൊ കൊറോണ വന്നപ്പം സീനിയേഴ്സിന്റെ പ്രാക്ടീസ് ഒക്കെ ബ്രേക്ക് ആയി. ഈ ബസ്സിലെ ഈ കരാട്ടെ ഒക്കെ പഠിച്ചിരിക്കുന്നുണ്ട്. ഇതൊരു പ്രതിരോധത്തിനുള്ള സംഭവമാണെന്ന് എനിക്കറിയാം.
എന്നാൽ പോലും ആരെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടോ? എപ്പോഴും ഈ യാത്രക്കാരനും ബസ് കണ്ടക്ടറും പലപ്പോഴും ആജന്മ ശത്രുക്കളെ പോലെയാണ്. നൂറ്റാണ്ടുകളായിട്ടുള്ളവരുടെ പക ഇങ്ങനെ നിൽക്കുക. നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും കരാട്ടെ എന്നത് യഥാർത്ഥത്തിൽ കൈകൊണ്ടുള്ള പ്രയോഗം മാത്രമല്ല, യഥാർത്ഥത്തിൽ ഒരു ആയുധം നമ്മുടെ മനസ്സാണ്. മനസ്സാണ്. സ്പീഡാണോ അതിന്റെ രഹസ്യം? പലതുണ്ട്. പക്ഷെ മനസ്സിന് മനക്കരുത്ത് അല്ലെങ്കിൽ ആ മനസാന്നിധ്യം അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കരാട്ടയിലാണല്ലോ. എന്താണ് ഇതുവഴി നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും. പിന്നെ പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മൾ ഇടിച്ചാല് സംഗതി പടമാകും എന്നുള്ളത് അറിയാം. പിന്നെ നമ്മളൊരു പെട്ടെന്നൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേ ഒരു മൈക്രോ സെക്കൻഡ്സ് മതി ഒരു തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ ആയിട്ട്. താങ്കൾ പറഞ്ഞ വളരെ ശരിയാ. ഞാനൊരു കുണ്ടറയിലുള്ള ഒരു ജിംനാസ്റ്റ്, അദ്ദേഹം എന്ന് പറഞ്ഞാല് റെസ്ലിംഗിലൊക്കെ സ്റ്റേറ്റ് ചാമ്പ്യൻ ഒക്കെ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹം നല്ല ബോഡി വെയിറ്റ് ഒക്കെ ഉള്ളൊരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന് ഓഞ്ഞൊരു മനുഷ്യർ യാത്രക്കാരെ ഇങ്ങനെ അദ്ദേഹത്തോട് ഉടക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഈ കണ്ടക്ടർ സീറ്റിലായിരിക്കുന്നത്. അപ്പോൾ ഏത് സമയത്ത് ഇങ്ങനെ കയറി ഇടിക്കും എന്ന് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇടിച്ചാൽ അദ്ദേഹം പപ്പടമാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് താൻ. അപ്പോൾ കുറേ നേരമായിട്ട് ഇതേ എൻ്റെ അടുത്ത് മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക ഈ കണ്ടക്ടർ. ഇയാളും തന്തയ്ക്കൊഴിച്ച് ബാക്കിയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. യാത്രക്കാരൻ ഫുൾ ഫോമില, നിന്നെയൊക്കെ ഉണ്ടല്ലോടാ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ സ്റ്റൈലിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കൈവെക്കാത്തതെന്ന് ചോദിച്ചോ. അയാളെ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പം പുള്ളി പറയാണ്, ഞാൻ കൈവച്ചാൽ മിക്കവാറും പൂജപ്പുര സെൻറ്റർ ചെയ്യില്ലാവും ഞാൻ. അതാണ് എൻ്റെ പ്രശ്നം. ഞാൻ അതുകൊണ്ട് എൻ്റെ കൈ പൊങ്ങരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തീർച്ചയായും നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു പ്രൊവോക്ഡ് ആകാതിരിക്കാനുള്ള ഒരു ട്രെയിനിങ് കൂടിയാണ് ഈ കരാട്ടെ. അതെ, നമുക്ക് ക്ഷമാശീലം കൂടും. തീർച്ചയായിട്ടും കൂടും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ആ ക്ഷമയോടെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 20,000 രൂപയുടെ ചോദ്യമാണ്. ഇങ്കർ മോണിറ്റർ പ്ലീസ്. ചോദ്യം ഇതാണ്: കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന പട്ടണം ഏതാണ്? 5 ഓപ്ഷൻസ്. ഓപ്ഷൻ എ തൃശൂർ, ഓപ്ഷൻ ബി കോട്ടയം, ഓപ്ഷൻ സി കൊച്ചി, ഓപ്ഷൻ ഡി കൊല്ലം, ഓപ്ഷൻ ഡി കണ്ണൂർ. സാംസ്കാരിക തലസ്ഥാനം, കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് കേരള. തൃശ്ശൂരല്ലേ? ഓപ്ഷൻ എ. അതുവഴി എങ്ങനെ KSRTC സർവീസിന് പോയിട്ടുണ്ടോ? തൃശ്ശൂർ വഴി പാലക്കാട് സർവീസ് ഞങ്ങളുടെ 512 തൃശ്ശൂർ വഴി പാലക്കാടേക്ക് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ അല്ലേ ഈ സ്റ്റാൻഡിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പാർക്ക് ചെയ്യുന്നു. അങ്ങനെ എന്നല്ലേ അനൗൺസ്മെന്റ് ഇപ്പോഴും? അതെ. ഓക്കെ, റെഡി. അപ്പൊ തൃശ്ശൂർ എന്നാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. ഉത്തരം പൂട്ടട്ടോ? പൂട്ടാമോ? ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ താങ്കളൊരു ധൈര്യമുള്ള ഒരാളല്ലേ, പൂട്ടട്ടോ? കുട്ടിയാക്കും. എന്ത് വന്നാലും പൂട്ടാം. പൂട്ടി. പക്ഷേ അതുവഴി താങ്കൾ സർവീസ് നടത്തേണ്ടിയിരിക്കുന്നു. ഈ ഉത്തരം ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. മിക്കവാറും ഡബിൾ ബില്ല് കൊടുത്ത് പോകേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. താങ്കൾ പറഞ്ഞ ഉത്തരം തോമസ് ചേട്ടാ, ഇത് ശരിയായിരിക്കും? ഈ ഉത്തരം ശരിയാണ്. അതുവഴി വല്ല സർവീസിന് പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ ഉത്തരം ശരിയാണ്. തോമസ് ചേട്ടൻ പറഞ്ഞ പിന്നെ നമുക്ക് ഓക്കെ, 20,000 രൂപ നമ്മുടെ കണ്ടക്ടറുടെ ബാഗിലായി കഴിഞ്ഞു. കുട്ടേട്ടാ, ഇദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ വിചിത്രമായ ഒരു ലവ് സ്റ്റോറി പറയാനുണ്ട്. ബൈബിളിൽ വെച്ച് ഇദ്ദേഹം ഒരു ലവ് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ജോളി ബൈബിളിൽ തന്നെ തെരഞ്ഞെടുത്തു അതിനല്ലേ? കുട്ടേട്ടാ ഭയങ്കര ചെയ്തായി പോയി കേട്ടോ. ഓക്കെ. അപ്പൊ ഇത് എന്താ കേസ്? ആ പ്രണയം പുഷ്പിച്ചു ഒരു പരിസമാപ്തിയിൽ എത്തിയിരുന്നു അതോ? 3 പ്രണയങ്ങളാണ് എനിക്കുള്ളത്. ഒന്ന് കരാട്ടെ, 2 കല്ലൂർ വഞ്ചി. ഞാൻ PhD ചെയ്ത കല്ലൂർ വഞ്ചി. എന്താണ് താങ്കളുടെ PhD സബ്ജക്ട്? അതായിരുന്നു ഞാൻ എന്റെ സബ്ജക്ട് ആ ഒരു കല്ലൂർ വഞ്ചിയെ കുറിച്ചുള്ള. MSc മെയിൻ എന്തായിരുന്നു താങ്കൾ? ബോട്ടണി. ഓക്കെ. അപ്പൊ കല്ലൂർ വഞ്ചി മൂത്രത്തിക്കല്ലിന് ഉള്ള ഒറ്റമൂലിയായിട്ടാണ് കേരളം മറ്റു സംസ്ഥാനങ്ങളെല്ലാം അറിയപ്പെടുന്നത്. അത് പ്രായോഗികമാണോ അത്? അതെ. പക്ഷേ ഈ കല്ലൂർ വഞ്ചിയെ നശിപ്പിച്ച് കളയല്ലേ. അങ്ങനെ എവിടെയൊക്കെയാ കാണുന്ന ഈ ചെടി? റിപ്പേറിയൻ ഹാബിറ്റാറ്റ് ആണ്. എന്ന് വെച്ചാല് കല്ലും മണ്ണും മണലും ഉള്ള പുഴകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു പെരീനിയൽ ശ്രബാണ്. അപ്പൊ അതിന്റെ വേരാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത് ഈ രീതിയിലുള്ള ചികിത്സ നടത്തിയിട്ടുള്ള ആളുകൾക്ക് പൂർണ്ണമായും ഈ കല്ലിൽ നിന്ന് മോചനം കിട്ടിയതായി താങ്കൾക്ക് വ്യക്തിപരമായി അറിവുണ്ടോ? ഞാൻ റിസർച്ചിന്റെ ഭാഗമായിട്ട് എത്തനോ ബോട്ടണി എന്നൊരു ഭാഗം ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ എത്നിക് ഗ്രൂപ്പുകളുണ്ടല്ലോ, ട്രൈബൽ ഗ്രൂപ്പുകൾ, അതുപോലെയുള്ള ഭാഗങ്ങളിൽ പോയി സർവേ പോലെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ വൈദ്യന്മാരോട്. അപ്പൊ അവരുടെ എല്ലാ അനുഭവത്തിൽ നിന്ന് പറയുന്നുണ്ട്, ഇത് കഷായം വെച്ച് കുടിച്ചാൽ മതി. ഒരാഴ്ച സാധാരണ കഷായം കുടിക്കുന്ന പോലെ, കഷായം എന്ന് വെച്ചാൽ ദാഹശമനി പോലെ കഴിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അല്ല, എവിടെയെങ്കിലും വെച്ച് താങ്കൾ ഇതിൽ നിന്ന് ചികിത്സ നേടി സായുജ്യമടഞ്ഞ് അവസാനം രോഗമൊക്കെ ഭേദമായി കല്ലൊക്കെ ഉടഞ്ഞു പോയ ആളുകളെ മുട്ടിയിട്ടുണ്ട്? അപ്പൊ എനിക്ക് തോന്നുന്നു താങ്കൾക്ക് നാളെ മുതൽ നിരന്തരം ഫോൺ വരും. ആദ്യത്തെ കാര്യത്തിൽ അഭിനന്ദിക്കാനല്ല, ഈ കല്ലിന്റെ കാര്യം ചോദിക്കാനായിട്ട്, കല്ലിന്റെ ശാസ്ത്രം അറിയാൻ. അപ്പോ കല്ലൂർ വഞ്ചി എന്നാണ് അതിന്റെ പേര് അല്ലേ? ഈ വെസ്റ്റേൺ സായിപ്പുമാരും എല്ലാം കണ്ട ഇതിന്റെ റൈറ്റും വാങ്ങിച്ച് പേറ്റന്റ്ഷിപ്പും എടുത്ത് അല്ലേ അവര് മരുന്നും ഉണ്ടാക്കിയെന്ന്. പിന്നെ ഇതിന്റെ നശീകരണത്തിനുള്ള കാരണം ഈ പറിച്ചെടുക്കൽ തന്നെയാണ്.
പറിച്ചെടുക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് അപ്പൊ അതിന്റെ പറിച്ചെടുക്കാൻ വേര് നിലനിർത്തണം അല്ലേ? വേല് നിർത്തിക്കൊണ്ട് തണ്ട് മാത്രം വെട്ടിയെടുത്താലും മതി. എന്റെ സ്റ്റഡീസിനകത്ത് ഫൈറ്റോ കെമിസ്ട്രി ഒരു പാർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ വേരിനകത്തും തണ്ടിനകത്തും തുല്യമായിട്ടുള്ള ഫൈറ്റോ കെമിക്കൽസ്. ഈ കുട്ടേട്ടൻ റെഫർ ചെയ്ത പ്രണയം ചങ്ങനാശ്ശേരി SB കോളേജ് വെച്ചായിരുന്നു. അത് 2 പ്രണയം താങ്കൾ പറഞ്ഞു. 3ാമത്തെ പ്രണയമാണ് ഒറിജിനൽ ഈ പ്രണയം എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വിശ്വസിക്കുന്നു അല്ലേ? ആ ആളിപ്പോൾ എന്റെ ഭാര്യയാണ്. ഭാര്യ, നന്നായി. 3 കുട്ടികളുടെ അമ്മയാണ്. അതായത് ബൈബിളിൽ വെച്ച് പ്രണയലേഖനം കൊടുത്തു. മാത്രമല്ല ജോലി ചെയ്യുന്ന കോളേജിലെ വിദ്യാർത്ഥിനിയെ പ്രണയിക്കാൻ ശ്രമിച്ചു. അപരാധമായി പോയിന്. അത് SB കോളേജിന്റെ ചരിത്രത്തിൽ തന്നെ പറയുന്നത് സ്റ്റാഫ് ഒരിക്കലും സ്റ്റുഡന്റിനെ പ്രണയിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ പറയേണ്ട കാര്യമില്ല, പാടില്ല. കോഴ്സ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകാൻ. അപ്പൊ അതിനു മുമ്പ് താങ്കൾ എപ്പോഴെങ്കിലും ഇവരോട് ഉരുവിട്ടോ? ഇല്ലില്ല. പോകാൻ നേരം ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഗിഫ്റ്റ് ചെയ്യുമ്പോ വാങ്ങിക്കല്ലോ, ബൈബിളാണ് വാങ്ങിക്കും. അപ്പൊ ഞാൻ അതിനകത്ത് എന്റെ ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ എല്ലാം എഴുതിയിട്ട് എന്റെ ഫോട്ടോ അറ്റാച്ച് ചെയ്ത് ബൈബിളിനകത്ത് മടക്കി വെച്ചിട്ട് പൊതിഞ്ഞ് ബൈബിളാണ് സൂക്ഷിച്ചു വെക്കണം. വീട്ടിൽ ചെന്ന് തുറക്കാവളെന്ന് പറഞ്ഞു. അതിൽ വീട്ടിൽ ചെന്ന് തുറക്കുമ്പോ ഞെട്ടി. അവരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? നമ്പറിലേക്ക് വിളിച്ചോ? നമ്പറിലേക്ക് അവരുടെ വീട്ടിൽ ലാൻഡ് ഫോണിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്ക് വിളിച്ചു. അവരുടെ റൂം വെക്കേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ഡാഡിയും വരുന്നുണ്ട്, കാണണമെന്ന് പറഞ്ഞു. താങ്കൾ സീരിയസ് ആയിട്ട് തന്നെ അയച്ചതാണോ അതോ സീരിയസ് ആയിട്ട് കളിതമാശക്ക് വിട്ടതാണോ? അല്ലല്ല, കളിതമാശയല്ല. ആദ്യമായിട്ടാണോ ബൈബിളിൽ വഴി ഇത്? ആദ്യമായിട്ട് തന്നെയാണ്. കുഴപ്പമില്ല, 3 കുട്ടികളുടെ മാതാവ്. ആദ്യമായിട്ടും അവസാനമായിട്ടും. അതുകൊണ്ടല്ലേ എടുത്തു പറയുന്നു. അങ്ങനെയുണ്ട്. ഡബിൾ വെല്ല് കൊടുക്കും ഇനി എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിലും അല്ലേ? ഓക്കെ. അങ്ങനെ അദ്ദേഹം വന്നു, സംസാരിച്ചു. നമുക്ക് ആലോചിക്കാം, പഠനം കഴിയട്ടെ. ജോളി ഇപ്പൊ ടീച്ചറാണ്. എവിടെയാ വർക്ക് ചെയ്യുന്നത് അദ്ദേഹം? നാട്ടിൽ തന്നെയുള്ള സാന്തോം ഹൈസ്കൂളിലെ ബയോളജി ടീച്ചറാണ്. ഓക്കെ. അപ്പൊ നമുക്കിനി ഒരു കാര്യം ചെയ്യാം. ഈ ഒരു സുഖകരമായ ഓർമ്മയ്ക്ക് നടുവിൽ നിന്ന് നമുക്കിനി അടുത്ത ചോദ്യം കണ്ടാലോ? 30,000 രൂപയുടെ ചോദ്യമാണ്. ഇങ്കർ മോണിറ്റർ. ചോദ്യം ഇതാണ്. ഇനി പറയുന്നതിൽ മെർക്കുറിയുടെ മലയാള പദം എന്താണ്? ഓപ്ഷൻ എ അമ്ലം, ഓപ്ഷൻ ബി ചന്ദനം, ഓപ്ഷൻ സി കളഭം, ഓപ്ഷൻ ഡി രസം, ഓപ്ഷൻ ഇ കാരം. ഗ്രഹമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ലോഹമാണ്. മെറ്റൽ. രസമുള്ള കാര്യം തന്നെ ഡി, രസം. രസം കേൾക്കുമ്പോ ഒരു രസം ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ ഡി പൂട്ടാമോ? കൂട്ടിയേക്കാം. കൂട്ടി. തുറക്കുമ്പോ ഉത്തരം ശരിയാണ്. രസമാണ് ശരി ഉത്തരം. മെർക്കുറിയുടെ മലയാള പദം രസമാണ്. തോമസ് ചേട്ടന്റെ ഈ വിനോദ സമയത്ത്, ഈ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്തോ ഏറ്റവും വലിയ പ്രവൃത്തി? ഫ്രീ ആയിട്ട് അങ്ങനെ ഇരിക്കാറില്ല. വീട്ടിൽ വന്നാൽ ജോലി എന്തെങ്കിലും പണി ചെയ്യും. എന്തോ പണി? കൃഷിപ്പണിയാണോ? കൃഷിപ്പണി കൂടുതൽ. ഏതോ ഫാസ്റ്ററിൽ വെച്ച് എവിടെയോ വെച്ച് തോമസ് ചേട്ടനെ കണ്ട ഒരു ഓർമ്മയുണ്ട്. എവിടെങ്കിലും ഈടെ എങ്ങനെ ടയർ പഞ്ചറായി കിടന്നോ? ഇല്ല. എവിടെയോ കണ്ട നല്ല ഒരു ഓർമ്മ. നിങ്ങൾ മണിക്കൂറുകളോളം സാധാരണ റോഡിൽ നിൽക്കുന്ന ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇതൊന്ന് നന്നാക്കിയിട്ടല്ലേ പോകാൻ പറ്റൂ നിങ്ങൾക്ക്, അല്ലേ? അങ്ങനെയല്ലേ? ഓക്കെ. അപ്പൊ തോമസ് ചേട്ടനെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ട് ഉറപ്പാ. ഭയങ്കര ഫെമിലിയർ ഫേസ് ആ പുള്ളിയുടെ. ചിലപ്പോൾ ഇതേപോലുള്ള വേറെ ഏതെങ്കിലും നല്ല മനുഷ്യരും ഉണ്ടാവും, അല്ലേ? ഓക്കെ. തോമസ് ചേട്ടൻ മോശമാണെന്നല്ല പറഞ്ഞത്. തോമസ് ചേട്ടൻ തെറ്റിദ്ധരിച്ചളയരുത്. തോമസ് ചേട്ടൻ ഒരു വലിയ മനുഷ്യനാണെന്ന് തെളിയിച്ചിട്ടിരിക്കുകയല്ലേ, അല്ലേ? ഗ്ലാമറുള്ള ആളാണ്. ഭയങ്കര ഗ്ലാമറാണ്. എനിക്കൊന്ന് രജനീകാന്തിന്റെ പടത്തിലൊക്കെ വേണേ പോകാവുന്ന ആളാ. അപ്പൊ ഈ കോളേജിലുള്ള ഈ സെന്റ് ബെർഗ്മാൻസ് കോളേജ് അല്ലേ, SB കോളേജ് ചങ്ങനാശ്ശേരി, അവിടുത്തെ ഈ സഹപ്രവർത്തകരൊക്കെ എപ്പോഴാണ് ഇങ്ങനൊരു സംഭവത്തിൽ പോയി പെട്ടു, ബൈബിള് വഴി ജീവിതത്തിലേക്ക് കയറാൻ പോകുന്നു അറിഞ്ഞത്? അവരറിയാൻ പറഞ്ഞില്ലല്ലേ? കല്യാണം വിളിക്കുന്ന സമയത്താണ് അറിയുന്നത്. പെൺകുട്ടി ആരാണെന്ന് ചോദിച്ചപ്പോഴാ പറയുന്നത്, അല്ലേ? അവിടെ തന്നെയുള്ള ഒരു കേസാണ്. ജോലി തന്നെയാണെന്ന് അറിയുമ്പോഴാണ് നിങ്ങൾ തമ്മിൽ എന്തോ ഉണ്ടായിരുന്നു. എപ്പോഴെങ്കിലും താങ്കൾ ഈ കോളേജിന്റെ ഇടനാഴിയിലൂടെ ഒക്കെ പോകുമ്പോൾ തന്നെ പലപ്പോഴും ജോളി ശ്രദ്ധിച്ചതുകൊണ്ടാണല്ലോ അവസാനം ബൈബിളിൽ അഭയം തേടിയത്. അപ്പൊ ഇത് എപ്പോഴെങ്കിലും ഏതെങ്കിലും നിമിഷം ജോളിക്ക് മനസ്സിലായിരുന്നു? അറിയില്ല. ഒരുപക്ഷെ മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഒരിക്കലും പെരുമാറിയില്ല. ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവാം എന്നാണ് വിശ്വസിക്കുന്നത്. ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ. നോ പറഞ്ഞില്ല. അപ്പൊ അത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കാം. അപ്പോ ഈ കല്യാണത്തിന് ശേഷം, നമ്മൾ ഈ കല്യാണത്തിന് മുമ്പും 2 സ്റ്റേജ് ആണല്ലോ അത്. കുറച്ചൊരു അയഥാർത്ഥമായ കാര്യങ്ങളായിരിക്കും കല്യാണത്തിന് മുമ്പ്. കല്യാണം കഴിയുമ്പോഴേ ഉപ്പിന്റെയും വെളിച്ചെണ്ണയും പുണ്ണാക്കിന്റെ ഒക്കെ കാര്യം നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങുന്നു. അപ്പൊ അത് കുറച്ചുകൂടെ റിയൽ വേൾഡ് ആയിരിക്കും. റിയൽ വേൾഡിൽ വന്നതിന് ശേഷം ജോളി ടീച്ചർ ബൈബിള് വായിക്കുമോ? ഇപ്പോ ടീച്ചറാണ് വീട്ടിലെ പ്രാർത്ഥനയുടെ ആളല്ലേ, പിള്ളേരെ പഠിപ്പിക്കുന്നതിന്റെ. എന്നോട് വിഷമം തോന്നരുത് കേട്ടോ, ഞാൻ ഒരു ജസ്റ്റ് ഒരു തമാശക്ക് വെച്ച് കെട്ടിനോട് ചോദിച്ചതാ. പ്രാർത്ഥനയുടെയും പഠിപ്പീരിന്റെയും ഉത്തരവാദിത്തപ്പെട്ട പുള്ളിക്കാരിക്കാം. ഓക്കെ. ആ ഡിപ്പാർട്ട്മെന്റ് പുള്ളി തന്നെ കൊണ്ടു കിടക്കട്ടെ. നമുക്ക് ഇതുപോലെ ബസ്സിൽ ഡബിൾ വെല്ല് കൊടുത്ത് പോകുന്ന വേഗത്തിനിടയിൽ ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതായത് താങ്കൾ PhD കിട്ടുമ്പോൾ പല ആൾക്കാരും പ്രതീക്ഷിക്കും താങ്കൾ KSRTCയിലെ ജോലി വിട്ടുപോകും, അടുത്ത പണി നോക്കും, പ്രത്യേകിച്ച് കോളേജിൽ പോവുക, അല്ലെ യൂണിവേഴ്സിറ്റിയിൽ പോവുക, ഡയറക്റ്റായിട്ട് നെറ്റ് എഴുതുക, അങ്ങനെയൊക്കെ പറഞ്ഞ് പല പരിപാടികളുണ്ടല്ലോ. ആ കലാപരിപാടികളിലേക്കൊന്നും താങ്കൾ പോയില്ല. എന്തുകൊണ്ട്? ഞാൻ PhDക്ക് ശേഷം 2016-17 മുതലൊക്കെ ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. പലയിടത്തും അപ്ലൈ ചെയ്തു, കുറച്ചൊക്കെ ഇന്റർവ്യൂവിന് പോയി.
അപ്പോൾ പല മാനദണ്ഡങ്ങളുണ്ടല്ലോ, ആ. നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ എന്റെ ഏറ്റവും വലിയ നിരാശ എന്താണെന്ന് അറിയുമ്പോൾ കേരളത്തിലെ പല കോളേജുകളിലും പല പള്ളിക്കൂടങ്ങളിലും ഒക്കെ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള അധ്യാപകരെ കിട്ടാത്തതിന്റെ മെയിൻ പ്രശ്നം ഇപ്പോഴും കോഴ വാങ്ങുന്നത് തന്നെയാണ്. കോളേജിൽ കോഴയുണ്ടോ എന്ന് ചോദിച്ചാൽ ആൾക്കാർ പറയും കോഴയില്ലെന്ന് പറയും. പക്ഷേ ഈ കോഴ വാങ്ങിച്ച് അവരുടെ പണപ്പെട്ടി വീർപ്പിക്കുന്ന എത്രയോ മുതലാളിമാർ സംസ്ഥാനത്തുണ്ട്. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. ഞാൻ ഒരിക്കലും ചുമ്മാതിരുന്ന ഒരു കോളേജിലെ കോഴ ഒരാൾ കൊടുത്തത് കേട്ടപ്പോൾ ആ കോഴ വെച്ച് ആ കോളേജിലെ കുട്ടികളുടെ സ്ട്രെങ്തും അധ്യാപകരുടെ സ്ട്രെങ്തും ഒക്കെ വെച്ച് കൂട്ടിയപ്പോണ്ടല്ലോ അവർക്കെല്ലാം കൂടി ഒരു 4500 കോടിയുടെ ആസ്തി ഉണ്ടായി കാണും. 4500 crores കോഴപ്പണം മാത്രം. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് കോഴ വാങ്ങിക്കുന്നതിനെ പിടിച്ച് അകത്തിടണമെന്നുള്ളത്. പക്ഷേ ഇപ്പോഴും കേരളത്തിൽ സർക്കാർ ശമ്പളം കൊടുക്കുന്നു. ആ ശമ്പളമൊക്കെ വാങ്ങിച്ചിട്ട് അതേ സ്ഥാപനത്തിൽ കോഴ വാങ്ങിച്ച് നിയമനം, കോളേജ് മാത്രമല്ല സ്കൂളുകളിലും ഒക്കെ തന്നെ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കോഴ വാങ്ങിക്കാത്ത ഒരുപാട് നല്ല സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. താങ്കൾ എന്റെ മുഖത്തേക്ക് നോക്കൂ. കോഴ കൊടുക്കാതെ ഒരു കോളേജിൽ ജോലി കിട്ടിയ ആളാ ഞാൻ. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ ഒരു കോഴയും കൊടുക്കാതെ ജോലി കിട്ടിയ ആളാ. മാത്രമല്ല കേരളവർമ്മ കോളേജ് ഒരിക്കലും ആ കോളേജിലെ ഒരു അധ്യാപകൻ കോഴ കൊടുത്ത് ജോലി കിട്ടിയിട്ടില്ല. അവിടെ എല്ലാവരും പ്യുവർ മെറിറ്റ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കോളേജ് എനിക്കറിയാം. ആ മാനേജ്മെന്റിനോടൊക്കെയാണ് വി സല്യൂട്ട് യു. കാര്യം വേണമെങ്കിൽ അവർക്കും പൈസ വാങ്ങിക്കാമല്ലോ, അവർ വാങ്ങുന്നില്ല. പക്ഷേ ഈ ആൾക്കൂട്ടത്തിനിടയിൽ അവരുടെ ശബ്ദം ആരും കേൾക്കുന്നില്ല. അതാണ് പ്രശ്നം. അപ്പൊ നമുക്കിനി വേണ്ട, നമുക്ക് അതൊക്കെ നിർത്താം. കാര്യം നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ചോദ്യങ്ങൾ കുറെ ചോദിക്കാനുണ്ട്. അപ്പൊ 40,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. ഇങ്കർ മോണിറ്റർ. മിസ്റ്റർ ജെയ്സൺ ജോസഫ്, KSRTC ബസ് കണ്ടക്ടർ, എരുമേലി KSRTC ഡിപ്പോ. അതുമായി ബന്ധപ്പെട്ട ചോദ്യമല്ല, പക്ഷെ അതുമായി ബന്ധപ്പെടുന്ന ചോദ്യമാണ്. ബസ് കണ്ടക്ടർ എന്ന മമ്മൂട്ടി ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ ഷാജി കൈലാസ്, ഓപ്ഷൻ ബി VM ബിനു, ഓപ്ഷൻ സി ജയരാജ്, ഓപ്ഷൻ ഡി M പത്മകുമാർ, ഓപ്ഷൻ ഇ TA റസാഖ്. ബസ് കണ്ടക്ടർ സിനിമ കണ്ടിട്ടുണ്ടോ? തോമസ് ചേട്ടാ ഉത്തരം പറയുന്നത്. തോമസ് ചേട്ടാ ഈ സിനിമ കണ്ടായിരുന്നോ? കണ്ടാ. ബസ് ഡ്രൈവർ സിനിമ എന്താ വരാത്തെന്ന് തോമസ് ചേട്ടാ ആലോചിച്ച് കാണുമായിരിക്കും. വന്നിട്ടുണ്ടല്ലേ? അത് കഴിഞ്ഞു. ഓക്കെ, ഉത്തരം പറയൂ. 5 ഓപ്ഷൻസ് ആണ്. ഷാജി കൈലാസ്, VM ബിനു, ജയരാജ്, M പത്മകുമാർ, TA റസാഖ്. നമുക്ക് കുട്ടേട്ടനോട് ചോദിച്ചാലോ? പിന്നെന്താ, കുട്ടേട്ടന്റെ കയ്യിൽ എല്ലാ ഉത്തരവും ഉണ്ടല്ലോ, ചോദ്യങ്ങളും ഉണ്ട്. കുട്ടേട്ടാ സഹായിക്കൂ. ജെയ്സൺ ജോസഫ്, ഞാൻ 2 ഓപ്ഷൻസ് പറയും. അതിൽ ഒന്ന് ശരി ഉത്തരമാണ്. A ഷാജി കൈലാസ്, B VM ബിനു. ബി. ഓപ്ഷൻ ബി VM ബിനു. അത് പൂട്ടാമെന്നാണ് താങ്കൾ പറയുന്നത്. പൂട്ടി. VM ബിനു എന്ന് ഞെട്ടി കാണും. കാര്യം ഞാൻ ചെയ്യാത്ത ഒരു സിനിമയുടെ കാര്യമാണോ ഈ ജെയ്സൺ ജോസഫ് പറയുന്നത് എന്നത് ആലോചിച്ചിട്ടുണ്ടാവും. താങ്കൾ ഇപ്പം ഞെട്ടി അല്ലേ? സോറി VM ബിനു, താങ്കൾ എടുത്ത സിനിമ കാരണം ഇദ്ദേഹത്തിന് 40,000 ലഭിക്കുന്നു. ഉത്തരം ശരിയാണ്. VM ബിനു ആണ് ഈ സിനിമയുടെ സംവിധായകൻ. അപ്പൊ കുട്ടേട്ടാ താങ്ക്സ്. താങ്ക് യു. ഇനിയും സഹായിക്കാം. കുട്ടേട്ടനുണ്ടല്ലോ, സാധാരണഗതിയിൽ പെൺകുട്ടികളെ മത്സരിക്കുന്നെങ്കിൽ ആ ഒരു ഊർജ്ജസ്വലത കാണണം. ഇനി ഞാൻ എപ്പോഴേ സഹായിക്കേണ്ടത് എന്നേ ചോദിക്കൂ. ആ ചീത്തപ്പേര് ഞാനൊന്ന് മാറ്റും. കുട്ടേട്ടൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇനി ആ ചീത്തപ്പേര് മാറില്ല. കാര്യം ഓൾറെഡി രജിസ്റ്റേർഡ് ആയി. ചിലപ്പോൾ മാറ്റാൻ പറ്റില്ല, മിക്കവാറും മാറ്റാൻ പറ്റത്തില്ല കുട്ടേട്ട. കാര്യം കുട്ടേട്ടന്റെ ആ ഒരു ട്രെൻഡ്, ആ ഒരു പ്രവണത ട്രെൻഡിനനുസരിച്ച് പോകാം ബോസ്. അതാണ് നല്ലത്. കുട്ടേട്ടൻ കീ ചെയ്യുന്നൊക്കെ ഇന്നലെ 2 കുട്ടികൾ കല്യാണ സ്ഥലത്ത് വെച്ചുകൊണ്ടപ്പോ പറഞ്ഞത്. കുട്ടേട്ടന്റെ ആൾക്കാർ കുറെ കുട്ടികൾ കൂടിയിട്ടുണ്ട് കേരളത്തിൽ. ഉണ്ട്. നമ്മുടെ തോമസ് ചേട്ടന്റെ വീട്ടില് പിള്ളേര് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേക ഒരു ഹായ് പറഞ്ഞേക്കണമെന്ന്. അവരുടെ പേര് അവസാനം പറഞ്ഞാൽ നമുക്ക് പറയാം. അല്ല ഇപ്പൊ പറഞ്ഞു. അഞ്ജു, അനൂപ്. അനൂപ്. കുട്ടേട്ട ഒരു ഹായ് പറഞ്ഞേക്കോ കുട്ടികൾക്ക്. എല്ലാവർക്കും വേണ്ട ഒരു ഹായ്. ഓക്കെ. ജിയോൺ, ജവാന, ജുവൽ. ജുവാന, ജുവൽ. ഇവർക്ക് 3 പേർക്കും എന്റെ ഒരു ബിഗ് ഹായ്. പിന്നെ നാട്ടിലുള്ള എല്ലാവർക്കും ആ ഉരുൾപൊട്ടൽ സമയത്ത് അവിടെ രക്ഷാപ്രവർത്തനത്തിയ എല്ലാവർക്കും ഞങ്ങളുടെ ബിഗ് സല്യൂട്ട്. KSRTC ജീവനക്കാർക്കും അല്ലേ? ഓക്കെ. അപ്പൊ നമുക്കിനി 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. 50,000 രൂപ. പക്ഷേ ഇപ്പോൾ ജെയ്സൺ ജോസഫ് പേടിക്കരുത്, താങ്കളുടെ ലെവൽ മാറാൻ പോകുന്നു. പേടിക്കുന്നില്ല. കുട്ടേട്ടാ ലെവൽ 2. 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. മിസ്റ്റർ ജെയ്സൺ ജോസഫ്, ഇതുവരെയുള്ള കളി നന്നായിട്ടുണ്ട്. കളിച്ചു വളരുക. ഓക്കെ. ഇങ്കർ മോണിറ്റർ. നമുക്കൊരു ഓഡിയോ ക്ലിപ്പാണ്, അത് പ്ലേ ചെയ്യാം. താങ്കൾ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളണം. KSRTC പാടിപ്പുകഴ്ത്തുന്നതാണോ ഒന്ന് ശ്രദ്ധിച്ചോളൂ. പ്ലേ. നിങ്ങൾക്ക് ആരന്റെ ആനപ്പാപ്പാനേക്കിത്? അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. കളിയാന പനിനീര്, ഇവിടെ കളിയാന പനിനീര്.
പനിനീര് തെളിയാണ്. ഇനി ചോദ്യം ഇതാണ്, ഇത് ആരുടെ ശബ്ദമാണ്? ഈ പനിനീര് തളിക്കാൻ പറയുന്ന ശബ്ദം ആരുടേതാണ്? ഓപ്ഷൻ എ സുകുമാരി, ഓപ്ഷൻ ബി കവിയൂർ പൊന്നമ്മ, ഓപ്ഷൻ സി മീന, ഓപ്ഷൻ ഡി ഫ്ലൂമിന, ഓപ്ഷൻ ഇ പത്മിനി. ഇവിടെ തളി എന്ന് പറഞ്ഞ ആന പേടിച്ചു പോയ സംഭവം അത്. ഫിലോമിന. ആന വണ്ടിയിലെ കണ്ടക്ടറാണ് ഉത്തരം പറയേണ്ടത്. ഉറപ്പിച്ചു പറയൂ, ആത്മവിശ്വാസത്തോടെ പറയൂ. ഫിലോമിന. ഓപ്ഷൻ ഡി ആണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ഡി പൂട്ടാമോ? പൂട്ടാം. സംശയമുണ്ടോ? സംശയം ഇല്ല. ഇവിടെ ഒരു സിനിമാ പ്രേമിയുള്ള തോമസ് ചേട്ടനാണെന്ന്. തോമസ് ചേട്ടാ, ഈ ഉത്തരവ് ശരിയാവൂ? കറക്റ്റ് ആണ്. കറക്റ്റ് ആണ്. സിനിമ ഏതാണ് തോമസ് ചേട്ടാ ഇത്? 500. നോ, ഗോഡ്ഫാദർ ആണ്. അതിലെ പ്രധാന കഥാപാത്രമായിരുന്നു 500. മറക്കാത്ത ഡയലോഗ്. അതെ. ആനപ്പാറയിൽ അച്ചമ്മ എന്ന ക്യാരക്ടറായിരുന്നു ആ ഫിലോമിനയുടേത്. ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും സൂപ്പർ ഹിറ്റായിട്ട് ഓടിയ ഏറ്റവും വലിയ പിരിമുറുക്കമുള്ള ഒരു സിനിമയായിരുന്നു സിദ്ദിഖ് ലാലിന്റെ ഈ ഗോഡ്ഫാദർ. ഈ ഉത്തരം ശരിയാണ്. ഫിലോമിനയുടെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. അവിടെ തന്നെ പനിനീര് തളിക്കേണ്ട ആവശ്യം വന്നപ്പോൾ കൃതഹസ്ഥനായ സംവിധായകൻ അവിടെ തന്നെ തളിപ്പിച്ചു. ഓക്കെ, താങ്ക് യു സിദ്ദിഖ് ലാൽ. ഓക്കെ, നമുക്കിനി 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. താങ്കൾ പാടുവോ? ഞാന് പാട്ടുകാരനല്ല, പാട്ട് പഠിച്ചിട്ടില്ല. മൂളിപ്പാട്ടുകൾ പാടും. നമുക്ക് മംഗളം പാടുന്ന സമയത്ത് നമുക്കൊരു ചെറിയ പാട്ടില്ലേ? തോമസ് ചേട്ടൻ പാടുവോ? അപ്പൊ തോമസ് ചേട്ടൻ പറഞ്ഞു നിങ്ങളിത് പ്രോഗ്രാം തുടരൂ ഇല്ലേ, ഇപ്പോഴും ഉടനെ അവസാനിപ്പിക്കേണ്ടതാണ്. അപ്പൊ 60,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ്. മോണിറ്റർ പ്ലീസ്. ഒരു ബില്യൺ എത്ര ലക്ഷമാണ്? ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 100, ഓപ്ഷൻ സി 1000, ഓപ്ഷൻ ഡി 10,000, ഓപ്ഷൻ ഇ 1 lakh. ഒരു ബില്യൺ എത്ര ലക്ഷമാണ്? താങ്കളൊരു കണക്കനാണോ? ഞാനൊരു കണക്കനല്ല. ജീവിതത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നോക്കുമ്പോ, എഴുതി കൂട്ടി നോക്കുമ്പോ ബാലൻസ് ഷീറ്റിൽ എന്താ ഉള്ളത്? ബാലൻസ് ഷീറ്റ് ആയിട്ടില്ല. ആയിട്ടില്ല. അല്ല, PhD ഒക്കെ ഉണ്ടല്ലോ. റെഡി, പറഞ്ഞോളൂ. തെറ്റിപ്പോയാൽ കളി അരങ്ങൊഴിയും. നമുക്ക് കുട്ടേട്ടനോട് ചോദിച്ചാലോ? കുട്ടേട്ടനോട് ചോദിക്കാം. കുട്ടേട്ട, അപ്പൊ 2 പിടിവള്ളി, 2ാമത്തെ പിടിവള്ളി പോവും. അപ്പോ പോട്ടെ. ഔട്ട് ആവുന്നതിലും നല്ലതല്ലേ കുട്ടേട്ടനെ? കുട്ടേട്ടാ, യെസ് ബോസ്. സസ്യശാസ്ത്രക്കാരനെ സഹായിക്കൂ. ജെയ്സൺ ജോസഫ്, വീണ്ടും ഞാൻ 2 ഓപ്ഷൻസ് പറയും. അതിൽ ഒന്ന് ശരി ഉത്തരം. എ 10, ഡി 10,000. 2 ഓപ്ഷൻസ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷമാണെന്നാണ് ചോദ്യം. 10 ലക്ഷമാണോ 10,000 ലക്ഷമാണോ? ഞാൻ പൂട്ടി. അപ്പൊ താങ്കൾ പൂട്ടി. ഇപ്പൊ 10,000 ലക്ഷമാണ് 1 ബില്യൺ എന്ന കണക്കാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത് കുട്ടേട്ടന്റെ സഹായത്തോടെ. അപ്പോ താങ്കൾക്ക് എന്താ ഒരു സംശയം വരാൻ കാര്യം ഇതിനകത്ത്? ഞങ്ങള് ബില്യൺ വരെയുള്ള കണക്കുകളിൽ കണക്ക് കൂട്ടാറില്ല. അതുകൊണ്ടാണ് പ്രശ്നം. താങ്കൾ പറഞ്ഞ ഉത്തരം എന്നേക്കുമായി ശരിയായിരിക്കും. ഉത്തരം ശരിയാണ്. താങ്ക് യു കുട്ടേട്ടാ. ഓക്കെ, താങ്ക് യു ജെയ്സൺ. ഒരു കാര്യം കൂടിയുണ്ട് ജെയ്സൺ, ഇനി താങ്കളെ എനിക്ക് സഹായിക്കാൻ സാധിക്കില്ല. അപ്പോ 60,000 രൂപ കീശയിലായി. അപ്പോൾ കണ്ടക്ടറുടെ ഈ ബാഗ് തടിച്ചു കൊഴുത്തു വരുന്നു എന്നുള്ള സന്തോഷ വർത്തമാനം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. 70,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇങ്കർ മോണിറ്റർ. അന്നത്തെ ആ ദിവസം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ ജോളി ടീച്ചർ എന്താണ് പറഞ്ഞത് താങ്കളോട്? ആ ദിവസം കഴിഞ്ഞ കാര്യം വളരെ യത്നം നടത്തി. മാത്രമല്ല, വാർത്താ ചാനലുകളെല്ലാം താങ്കൾ നിറഞ്ഞു. തോമസ് ചേട്ടന്റെ കാര്യമൊക്കെ ആളുകൾ പാടിപ്പുകഴ്ത്തി. അപ്പോൾ KSRTC മുഴുവൻ അഭിമാനമായി. അപ്പോൾ ഈ ആനവണ്ടി എന്ന നഷ്ടത്തിലാകുന്നതെന്ന് വിളിച്ചു പറയുന്നവർ ആദ്യമായിട്ട് KSRTC ഇങ്ങനെയുള്ള ആളുകളുള്ള സ്ഥാപനമാണ് KSRTC അഭിമാനത്തോടെ പറയുന്നു. അങ്ങനെയൊക്കെയുള്ള ദിവസമാണത്. KSRTCക്കും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന, അഭിമാനം ഉണ്ടാക്കുന്ന നിമിഷമായി. ഭാര്യ എന്താ പറഞ്ഞു? ഭാര്യയെ ഞാൻ ആദ്യം തന്നെ നിങ്ങളൊരു മനുഷ്യനല്ലെന്ന് പറഞ്ഞു. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. അത് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പുള്ളിക്കാരിക്ക് വീട്ടിലെത്തുന്നിടം വരെ ടെൻഷനായിരുന്നു. ഞാൻ ഇടയ്ക്ക് വീഡിയോ അങ്ങ് സെൻഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അത് ഭാര്യക്ക് സെൻഡ് ചെയ്ത് കൊടുത്തത് പിന്നെയാണ് അതിന്റെ അബദ്ധം മനസ്സിലാകുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു വിളിക്കരുത്, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ സേഫ് ആണ്. പിന്നെ പിറ്റേ ദിവസം ശനിയാഴ്ച സംഭവം ഞായറാഴ്ച വൈകുന്നേരമാണ് വീട്ടിലെത്തുന്നത്. വീട്ടിലെത്തിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നടന്നു കയറി വരുന്ന ആള് വരുന്ന പോലെയാണ് മനസമാധാനമായത്. വാക്കുകൾ കൊണ്ടല്ല യഥാർത്ഥത്തില്. കരഞ്ഞോ? നിലവിളിച്ചു? ഇല്ല, അത് ശരിക്കൊരു ഫീലിങ്സ് ആയിരുന്നു. ഓക്കെ, താങ്കളുടെ വീട്ടിന്റെ ഇപ്പൊ തോമസ് ചേട്ടൻ ചെന്നപ്പോ വീടിന്റെ സ്ഥലത്തൊന്നും ബാക്കിയില്ല എന്ന് പറഞ്ഞു. താങ്കളുടെ വീട് എവിടെയാണ് നിൽക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ പമ്പാവാലി എന്ന് പറയും. അഴുതിയാർ വന്ന് പമ്പയാറിലേക്ക് യോജിക്കുന്ന ഒരു പ്രദേശമാണ്. കുടിയേറ്റ കർഷകരാണ് കൂടുതലും ഉള്ളത്. കോട്ടയം ജില്ലയുടെ ഏറ്റവും അങ്ങേയറ്റമാണ്
എരുമേലി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ്. അപ്പൊ ഞങ്ങൾ ചെറുപ്പം മുതലേ ഈ ആറ്റിലും തോട്ടിലൊക്കെ ചാടി പരിചയമുള്ള ആൾക്കാരാണ് നാട്ടുകാർ മുഴുവനും. അവിടെ എല്ലാം ഓക്കെ ആയിരുന്നു താങ്കൾ? അവിടെ ഉരുൾ പൊട്ടാനുള്ള യാതൊരു സാധ്യതയുള്ള സ്ഥലമല്ല. അങ്ങനെ സാധ്യതയുള്ള സ്ഥലത്തല്ല ഇപ്പൊ പൊട്ടുന്നത്. ഇപ്പൊ എവിടെ വേണേലും പൊട്ടാം, ഇവിടെ വേണേലും പൊട്ടാം, പേടിക്കേണ്ട, ഇപ്പൊ പൊട്ടത്തില്ല എന്തായാലും. മാത്രമല്ല താങ്കള് പെട്ടെന്നൊരു VVIP ആയി. എല്ലാ വാർത്താ ചാനലുകളും താങ്കളുടെ ഫോൺ തിരിയുന്നു, നമ്പർ. നമ്മുടെ ചാനലിലും വിളിച്ചു ചോദിക്കുന്നത് കേട്ടു, അതായത് നമ്പർ ഒന്ന് തരാമോ, നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞല്ലോ, നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞെന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ചോദിച്ച ചാനലുകളും ഉണ്ട്. അപ്പൊ മാത്രം എല്ലാ ചാനലുകളും താങ്കൾ ഉണ്ടായിരുന്നു, ഗദ്ഗത കണ്ടനായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നു. അപ്പൊ തോമസ് ചേട്ടനെ കുറിച്ചൊക്കെയുള്ള കഥകളും ഒക്കെ പറയുന്നു. അപ്പൊ ഈ രംഗങ്ങളൊക്കെ കണ്ടു, VIP ആയി, സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആയി. നാട്ടിലൂടെ നടക്കുമ്പോൾ എന്തൊക്കെയാ നാട്ടുകാർ പറഞ്ഞത്? നാട്ടുകാർക്ക് അത്ഭുതം മാത്രമല്ല, അവര് എങ്ങനെ ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് എന്റെ സ്ഥാനത്ത് നിങ്ങളാണെ പോലും അത് വേറൊരു ശക്തി നമ്മളിൽ തീർച്ചയായിട്ടും അവർ ചാടി രക്ഷപ്പെട്ടു. താങ്കളെ ആരൊക്കെ അനുമോദിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ വഴിക്കാരെ കണ്ടില്ലെന്ന് പറയുന്നു. ഒരുപാട് പേര് വിളിക്കുന്നുണ്ടായിരുന്നു. തോമസ് ചേട്ടൻ പറഞ്ഞ പോലെ ഗതാഗത വകുപ്പിന്റെ മന്ത്രി ആന്റണി രാജ് സാർ വിളിച്ചിരുന്നു, CMD ബിജു പ്രഭാകർ സാർ വിളിച്ചിരുന്നു, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാര് 3 സോണിലെയും വിളിച്ചിരുന്നു, പിന്നെ പ്രദീപ് സാർ വിളിച്ചു, ATA വിളിച്ചു. അങ്ങനെ വിളിക്കാത്ത ആൾക്കാരില്ല. സാർ വിളിച്ചു. പലർക്കും വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. കാരണം അവിടെ കറണ്ടിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ടവർ ലൊക്കേഷൻ സിഗ്നൽ പലതും ഇല്ലായിരുന്നു. ഒരുപാട് മഴ നനഞ്ഞു എന്നൊക്കെയാണ് കേട്ടു തോമസ് ചേട്ടനൊപ്പം. അപ്പൊ താങ്കളുടെ ശബ്ദം അടച്ചു, വോക്കൽ കോഡ് പിണങ്ങിയെന്നും. ആ മഴ നനച്ചിൽ തുടങ്ങിയ ത്രോട്ടിന്റെ പ്രശ്നമാണ്. ഇങ്ങനെ നല്ലതാണല്ലോ, ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലേ, അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഈ ശബ്ദം കുഴപ്പം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ശബ്ദം കൊണ്ടല്ലേ നമ്മൾ 60,000 രൂപ കളിച്ചു കയറിയത്. അപ്പൊ ഇനി 70,000-ലേക്ക് നമ്മൾ കിടക്കുന്നു. പദവിയിലിരിക്കെ വധിക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഓപ്ഷൻ A രാജീവ് ഗാന്ധി, ഓപ്ഷൻ B ഇന്ദിരാഗാന്ധി, ഓപ്ഷൻ C ലാൽ ബഹദൂർ ശാസ്ത്രി, ഓപ്ഷൻ D ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ E IK ഗുജറാൾ. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കെ കൊല്ലപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഒരു പ്രധാനമന്ത്രിക്ക് മാത്രമേ ഇന്ത്യയിൽ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ളൂ. വളരെ ദുഃഖകരമായ അനുഭവം തന്നെയാണ്. B ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിക്കാണ് അങ്ങനെ ആ സംഭവം ഉണ്ടായത്. അതല്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം ഒരു പ്രധാനമന്ത്രിക്കും നേരിടേണ്ടി വരാത്തൊരു ദുരന്തമാണ് അവരെ തേടി വന്നത്. ഓപ്ഷൻ B ഉത്തരം ശരിയാണ്, ഇന്ദിരാഗാന്ധിയാണ്. അപ്പൊ 70,000 രൂപ. തോമസ് ചേട്ടാ, ആദ്യം തോമസ് ചേട്ടാ ആലോചിച്ചത് തോമസ് ചേട്ടാ വിട്ടോടാന്ന് പറയുന്നു. പക്ഷെ ഇപ്പൊ അല്ലേ, ഇപ്പൊ അങ്ങനെയല്ലെന്ന് മനസ്സിലായി. താങ്കൾ എനിക്ക് തോന്നുന്നു യാത്രക്കാരുടെ ഇടയിൽ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഒരുപാട് വിചിത്രമായ അനുഭവങ്ങൾ ഉണ്ടാവും. എപ്പോഴും യാത്രക്കാരിൽ നിന്ന് വളരെ സാധാരണമായി കേൾക്കുന്ന പരാതിയുണ്ട്. യാത്രക്കാർ ചില്ലറ പ്രശ്നം വലിയൊരു ഇഷ്യൂ ആണ്. സ്റ്റോപ്പിൽ സാധാരണഗതിയിൽ ഈ ചിലപ്പോ ഈ യാത്രക്കാരെ പ്രകോപിപ്പിക്കുന്ന എന്താന്ന് ചോദിച്ചാല്, നിങ്ങൾ ബെല്ലടിച്ചു, പക്ഷേ തോമസ് ചേട്ടൻ പറഞ്ഞു നീ ബെല്ലടിക്കുന്നിടത്ത് ഞാൻ നിർത്താനിരിക്കുകയാണോ എന്ന് ചോദിച്ചു കുറച്ച് മുന്നിൽ കൊണ്ടുവരും. തോമസ് ചേട്ടൻ അല്ല, എന്നാലും ചിലപ്പോൾ ചില KSRTC ബസ്സിൽ നമ്മൾ സാക്ഷ്യം ചില ശീതസമരം നടക്കും, കണ്ടക്ടറും ഡ്രൈവറും തമ്മിൽ. ഇപ്പോൾ ഡ്രൈവർ ചവിട്ടത്തില്ല, പുള്ളി കുറച്ചുകൂടെ കൊണ്ട് വളവ് കൊണ്ട് നിർത്തും. മറ്റവർക്ക് അപ്പോൾ കുറെ ഇറങ്ങി പുറകോട്ട് കിടക്കേണ്ടി വരും. അപ്പോൾ അവർ അവിടെ ഇറങ്ങി നിന്ന് ചീത്ത വിളിക്കും, വണ്ടി വെച്ചൊന്നും പറയുന്നില്ലേ, അങ്ങനെ കൊണ്ടാവുമല്ലോ. ഇല്ല, ഇപ്പോൾ സ്റ്റോപ്പുകളിൽ തന്നെയാണ് വണ്ടി നിർത്തുന്നത്. ലിമിറ്റഡ് സ്റ്റോപ്പ് ഒന്നും അങ്ങനെ. CMD ബിജു പ്രഭാകർ അതിൽ വളരെ പർട്ടിക്കുലർ ആണെന്ന്. അതെ അല്ലേ, അതിൽ ഞങ്ങൾക്ക് പ്രത്യേക ഇൻസ്ട്രക്ഷൻ ഉണ്ട്. യാത്രക്കാർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നിർത്തുക, അങ്ങനെ നിർത്തി കൊടുത്താലേ ഈ വണ്ടിയിൽ ആള് കയറുള്ളൂ. അപ്പൊ പഴയ ട്രെൻഡൊക്കെ മാറി. അപൂർവം ചിലപ്പം അവർക്ക് സ്റ്റോപ്പ് അറിയത്തില്ലാതെ സ്റ്റോപ്പ് കഴിഞ്ഞതിന് ശേഷം അയ്യോ എനിക്ക് അവിടെ ഇറങ്ങണമായിരുന്നു പറയും. അപ്പോൾ പിന്നെ ബ്രേക്ക് ഒക്കെ ചവിട്ടി കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് ദൂരം ആവും. അങ്ങനെയുള്ള സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ചില്ലറ പ്രശ്നം ഒരു പ്രശ്നമാണ്. സ്റ്റോപ്പ് അവർക്ക് അറിയാൻ വയ്യാത്ത സ്റ്റോപ്പുകളൊക്കെ പ്രശ്നമാണ്. ഞാനിങ്ങനെ രാത്രിയിലൊക്കെ ഈ വണ്ടിയിലൊക്കെ സഞ്ചരിക്കാൻ ഇത്തിരി പേടിയുള്ള ആളാണ്. ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഡ്രൈവർ ഇറങ്ങിപ്പോയാൽ എന്ത് ചെയ്യും? റോഡിൽ പോകുന്ന ബസ് ചിലപ്പോൾ പൊക്കയിലൊക്കെ വീഴാൻ സാധ്യത ഉണ്ടല്ലോ. അതുകൊണ്ട് പരമാവധി 12 മണി കഴിഞ്ഞ് ബസ്സിൽ കയറാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ നയം. അപ്പോൾ താങ്കൾ പലപ്പോഴും ഈ ഡ്രൈവേഴ്സൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓടിക്കുന്നതാണ്, ഒരു കുഴപ്പമില്ലാതെ. ഈ ഉറങ്ങാതിരിക്കാനുള്ള നിങ്ങളുടെ സൂത്രപ്പണി എന്താ? ഞങ്ങൾക്ക് കോൺട്രിബ്യൂഷൻ ഉണ്ടോ ഡ്രൈവർക്ക്? തീർച്ചയായിട്ടും ഉണ്ടാവണം. കാരണം നൈറ്റ് സർവീസിൽ നേരത്തെ ദൂര സർവീസിലൊക്കെ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. എരുമേലിയിൽ നിന്ന് ഒരു 4:30 ചന്ദനക്കാമ്പാറ സൂപ്പർ ഫാസ്റ്റ് ഉണ്ടായിരുന്നാണ്. ഞാൻ അതിലൊരു ഷെഡ്യൂള് കണ്ടക്ടറായിട്ട് തന്നെ ഓടിയതാണ്. ആ സമയത്ത് കണ്ണൂർ വരെ ഉണ്ട് അല്ലേ? കണ്ണൂർ കഴിഞ്ഞിട്ട് പിന്നെ തളിപ്പറമ്പ്, പിന്നെ അവിടുന്ന് പിന്നെയുണ്ട് പയ്യാവൂര് കഴിഞ്ഞിട്ടാണ് ഈ ചന്ദനക്കാമ്പാറ. അവിടെ പോകും, ഇടയ്ക്ക് മാറി കയറത്തില്ല കണ്ടക്ടർ? ഇല്ലില്ല. ആ സമയത്ത് DC ഡ്രൈവർ കം കണ്ടക്ടർ എന്ന പോസ്റ്റ് ആയിട്ടില്ല. ഡ്രൈവറായിട്ട് തന്നെ പോകുന്നു, കണ്ടക്ടറായിട്ട് മാത്രം പോകുന്നു. രാത്രി യാത്രക്കാർ ഒരു സ്റ്റോപ്പിൽ നിന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദൂരം കയറാനില്ല. ആ സമയത്ത് നമ്മുടെ സീറ്റ് എന്ന് പറഞ്ഞാൽ നൈറ്റ് സർവീസിൽ കണ്ടക്ടർ സീറ്റ് ഫ്രണ്ടിലെ സിംഗിൾ സീറ്റ് ആണ്. ബാക്കി പോയി ഉറങ്ങരുതെന്നാണ് ഇൻസ്ട്രക്ഷൻസ്. ആ ഫ്രണ്ടിൽ പോയിരിക്കുമ്പോൾ നമുക്ക് കുറെ കഥകൾ പറയാനുണ്ട്, വർത്തമാനങ്ങൾ പറയാനുണ്ട്, സ്റ്റോറീസ്. ഒരു ലേറ്റ് നൈറ്റ് ആകുമ്പോൾ മാത്രമേ എല്ലാവരും ഉറങ്ങും. ഞങ്ങൾ രണ്ടുപേരും മാത്രം കാണും ഉറങ്ങാത്തവരായിട്ട്. ഞങ്ങൾ കാഴ്ചകൾ കാണും, അത് കാണും, വർത്തമാനം പറയും. പ്രത്യേകിച്ച് ഞങ്ങൾ നോക്കാത്തൊരു കാര്യം വെച്ചാൽ കിലോമീറ്റർ കിടക്കുന്ന നോക്കത്തില്ല. അത് മാത്രം അത് നോക്കത്തില്ല. ബാക്കി കാര്യങ്ങളും കഥകളെല്ലാം പറഞ്ഞു
പിന്നെ കൂടെ ചിലപ്പം ഞങ്ങളിൽ പോർട്ടബിൾ സ്പീക്കർ കാണും. ആ പോർട്ടബിൾ പാട്ട് കേൾക്കാൻ. പാട്ട് കേൾക്കുക, അങ്ങനെ ഒരു എന്റർടൈൻ ചെയ്ത്, അല്ലെങ്കിൽ ഡ്രൈവർക്ക് ഒരു അടിക്കാൻ മാർഗമുണ്ടോ? ഞങ്ങളെ കൊണ്ടുപോകാറില്ല, പക്ഷെ ഇടയ്ക്കൊക്കെ നിർത്താറുണ്ട്. ഓക്കെ. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഞങ്ങൾ ചൂയിങ്കം ഒക്കെ കൊണ്ടുപോകും, ചവയ്ക്കുക. കാരണം ചവച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ഈ മസിൽസ് ഇറങ്ങുമ്പോൾ തലച്ചോറും ഇമ്പൾസസ് ചെയ്യുന്നിട്ട് അലർട്ടായിട്ടിരിക്കും. ഫുൾ ചുമ്മാ ഇരിക്കുന്നതിനും ഇതാണ് പല ലക്ഷണങ്ങൾ ഒരു ഡ്രൈവർമാർ കാണിക്കുന്നത്. ഒരു ചോദ്യം കൂടെ. സസ്യശാസ്ത്രമാണ് താങ്കൾ പഠിച്ചത്, PhD നമ്മുടെ കല്ലുടയ്ക്കാനുള്ള കർമ്മത്തിലുമാണ്. അപ്പൊ ഈ സസ്യശാസ്ത്രം കൊണ്ട് ഈ കണ്ടക്ടർ ജോലിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ട്? ഈ ചില യാത്രക്കാർക്ക് ഇതുമായിട്ട് സംശയമുള്ളവര് ചോദിക്കാറുണ്ട്. അത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്? അത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. മറ്റ് ജോലിപരമായിട്ട് നമുക്ക് ഇല്ല. അപ്പൊ എന്തായാലും നന്നായി. അപ്പൊ നമ്മൾ ഇനി 80,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. 80,000 മോണിറ്റർ. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഏതാണ്? ഓപ്ഷൻ എ ഇടുക്കി, ഓപ്ഷൻ ബി മുല്ലപ്പെരിയാർ, ഓപ്ഷൻ സി ഹീരാക്കുഡ്, ഓപ്ഷൻ ഡി ഭക്രാനങ്കൽ, ഓപ്ഷൻ ഇ കൃഷ്ണരാജസാഗർ. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഇടുക്കി തന്നെ ആവണം. കൂട്ടോ? കൂട്ടി. ഓപ്ഷൻ എ ഇടുക്കി. ടെൻഷനായോ? ഇല്ല. താങ്കൾ ചരിത്രത്തിലേക്ക് ചേക്കേറിയ ഒരു ബസ് കണ്ടക്ടറാണ്. തോമസ് ചേട്ടന്റെ സഹായത്തോടെ താങ്കൾ 3 പേരെ രക്ഷപ്പെടുത്തുന്നുള്ള ആ സന്തോഷകരമായ കാര്യമാണ് അഭിമാനത്തോടെ ഞാൻ ഓർക്കുന്നത്. അപ്പോഴാണ് താങ്കൾക്ക് ഒരു അബദ്ധം പറ്റിയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഇടുക്കി എന്ന് താങ്കൾ പറഞ്ഞു. ഉത്തരം ശരിയായിരിക്കുമോ? മുല്ലപ്പെരിയാർ ആർച്ച് ഡാം അല്ല. KRS കൃഷ്ണരാജസാഗർ ആർച്ച് ഡാം അല്ല. ഭക്രാനങ്കലോ? ഭക്രാനങ്കൽ ഹീരാക്കുഡ്. ഇവിടെ ഒരു ചെറിയ പ്രശ്നം പറ്റിയോ? തിരിച്ച KSRTC ബസ്സിലാണോ പോകാൻ ഉദ്ദേശിക്കുന്നത്, അതോ കാറുണ്ട്? അപ്പം KSRTC പോട്ടെ, വണ്ടി പോട്ടെ അല്ലേ താമസ ചേട്ടാ. അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഇടുക്കിയാണെന്ന് താങ്കൾ പറഞ്ഞ ആ സംഭവം ഉണ്ടല്ലോ, ആ വിജ്ഞാനം നാട്ടിലിറങ്ങാൻ പറ്റാത്ത രീതിയിൽ താങ്കളെ കൊണ്ടെത്തിക്കുമെന്ന് സംശയം എനിക്ക് തോന്നിയെങ്കിലും ഉത്തരം ശരിയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡാമാണ്, ആദ്യത്തെയാണ്, ഏഷ്യയിലെ ആദ്യത്തെ ഡബിൾ പാരാബോളിക് ആണ്. അതെ. അപ്പൊ അതൊക്കെ അറിയായിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ ഇടുക്കി നമ്മൾക്ക് 80,000 രൂപ കൊണ്ട് റെഡിയായി അല്ലേ? ഇപ്പൊ ആളിൽ ഏറ്റവും കൂടി ചർച്ച ചെയ്യുന്നത് ഇടുക്കിയല്ല, മുല്ലപ്പെരിയാറായി ഇപ്പൊ ചർച്ച ചെയ്യുന്നു. മുല്ലപ്പെരിയാർ എന്താവും എന്നുള്ള രീതിയിൽ ഉത്കണ്ഠയുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. പക്ഷേ എഞ്ചിനീയേഴ്സ് ഒക്കെ പറയുന്നു ഈ ഇടുക്കി ഡാമിന്, ഈ മുല്ലപ്പെരിയാർ ഡാമിനെ മുഴുവൻ വെള്ളവും ഒഴുകി വന്നാലും അതിൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കേണ്ട സ്ഥലം അറയുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇടുക്കി ഡാം നിറഞ്ഞു കിടന്നാൽ എന്ന ചോദ്യമാണ് മറുചോദ്യമായിട്ട് വരുന്നത്. അതൊരു ചോദ്യം തന്നെ. തിയറി വെച്ച് പറയുമ്പോൾ ഒരു പക്ഷേ ഉണ്ടാവുമായിരിക്കും. പ്രാക്ടിക്കലാണ് പ്രശ്നം. അത് എന്തായാലും അതിനകത്ത് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് അതിന്റെ നന്മതിന്മകളിലേക്ക് ഇപ്പൊ തിരിയുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. അപ്പൊ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിനി 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കണം. 1 lakh 5 ഉടമയാവാൻ പോകുന്നു താങ്കൾ. നമുക്കൊരു കാര്യം ചെയ്യാം. കുട്ടേട്ടൻ താങ്കളെ ഷോക്ക് ഏൽപ്പിക്കാൻ പോകുന്നു. കുട്ടേട്ട, ലെവൽ 3. താങ്കളോട് ഞാനൊരു സൂത്രപ്പണി ചോദിക്കട്ടെ. പലപ്പോഴും ഞാനും ഒക്കെ KSRTCയിൽ സഞ്ചരിക്കുന്ന ഒരാളാണ്. എനിക്ക് ദേവികുളത്തൊരു ജോലി ഉണ്ടായിരുന്നു. മാട്ടുപ്പെട്ടി എക്സ്പ്രസ്സിൽ ഒരു സ്ഥിരം യാത്രക്കാരനായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ അന്ന് ഇതിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, എപ്പോഴും ഈ ബസ് ഒരേ ഹോട്ടലിന്റെ മുന്നിലേ പോയി നിൽക്കും. എന്താണ് അതിന്റെ രഹസ്യം? 2 കാര്യങ്ങളുള്ളത്. ഒന്ന്, ആ ഹോട്ടലിൽ എവിടെ കാണും നല്ല ഫുഡ് എന്ന് പറഞ്ഞാല് പഴകിയതോ, കാരണം ലേറ്റ് നൈറ്റിലായിരിക്കുമല്ലോ മിക്കവാറൊക്കെ അവിടെ നിർത്തുന്നത്. പഴകിയ ഫുഡ് ആയിരിക്കില്ല. സ്ഥിരമായിട്ട് അവിടെ നിർത്തുന്നതുകൊണ്ട് അവരുടെ കച്ചവടം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ബസ്സിലെ യാത്രക്കാർ ആശ്രയിക്കും. അപ്പൊ മോശം ഫുഡ് കൊടുത്താല് നാളെ ഞങ്ങൾ അവിടെ നിർത്തുകയില്ല. അങ്ങനെ അപ്പൊ നല്ല ഫുഡ് കിട്ടും. പിന്നെ അവിടെ നിർത്തുന്നത് കൊണ്ട് ചില പൗരപ്രമുഖന്മാർക്കല്ലേ ചില പരിഗണനകൾ കിട്ടാൻ സാധ്യത. അത് അങ്ങനെ ചെറിയൊരു സാധ്യതയുണ്ട്. തോമസ് ചേട്ടാ, ഈ ഇങ്ങനെയുള്ള ഹോട്ടലിന് മുന്നിൽ ചെല്ലുമ്പോൾ ബ്രേക്കിൽ അറിയാതെ കാലമർന്നു പോകുമോ? അതെങ്ങനെയാ? പാർക്കിംഗ് സൗകര്യം കൂടെ നോക്കിയിട്ടാണ് നമ്മൾ വണ്ടി നിർത്തുന്നത്. നിർത്താനൊരു സൗകര്യം ഉണ്ട്, ടോയ്ലറ്റ് സൗകര്യം കാണും, അത് കാണും. അതെല്ലാം കൂടെ അങ്ങനെ വിശാലമായ അർത്ഥത്തിൽ കൊണ്ട് അവിടെ നിർത്തുന്നതെന്നാണ് തോമസ് ചേട്ടൻ പറയുന്നത്. അതെ. ആ നാവ് നന്നായിരിക്കട്ടെ അല്ലേ? നമ്മൾ ഇനി അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കാര്യം ചില സാഹചര്യങ്ങളിൽ ചിലതൊക്കെ ചെയ്യേണ്ടി വരും ചിലപ്പോൾ. വലിയൊരു അപരാധമല്ലേ? ഈ നാട്ടിൽ എത്രയോ ആളുകൾ എന്തെല്ലാം കുഴപ്പങ്ങൾ ചെയ്യുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമില്ല. ഇനി 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. മിസ്റ്റർ ജെയ്സൺ ജോസഫ്, മോണിറ്റർ വരികയാണ്. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നാഗ്പൂർ, ഓപ്ഷൻ ബി ഗോവ, ഓപ്ഷൻ സി ശ്രീനഗർ, ഓപ്ഷൻ ഡി ജയ്പൂർ, ഓപ്ഷൻ ഇ ഇംഫാൽ. പിങ്ക് സിറ്റി
ഒരു സംഭവം കിടപ്പുണ്ട് കേട്ടോ, പിടിവള്ളി. ഇവിടുത്തെ തോമസ് ചേട്ടന്റെ പിടിവള്ളി പോയിട്ടില്ല. ഷിജു ഒക്കെ എപ്പോഴേ കാത്തിരിക്കുകയാണ് ഒരു പിടിവള്ളി പിടിക്കാനായിട്ട് അല്ലേ? ഓക്കെ, പിടിവള്ളി എടുക്കണോ? പിടിവള്ളി ഞാൻ നോക്കട്ടെ. ആ, ജോളി ടീച്ചർ സാക്ഷിയാക്കി ആലോചിച്ച് നോക്കൂ. അവർക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാ? അത് നീ ഗവേഷണം ചെയ്ത് നോക്കണം. നീലയും പിങ്കും തന്നെയാണ്. അല്ല, ഒരാളോട് ചോദിച്ചിരിക്കില്ലേ വൈഫിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു അതറിയാമെങ്കിൽ ഞാൻ ഇങ്ങനെ നടക്കുമെന്ന്. എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. എന്ന് പറയുന്ന പോലെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട നിറം ഏത് എന്ന് ചോദിച്ചാൽ നിറം കിട്ടു പോകും ഭർത്താവ് അല്ലേ? നിറം പറയാൻ പറ്റും, പക്ഷെ അത് പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ ചോദിക്കില്ല. നിങ്ങളുടെ അങ്ങനെയുള്ള ജനനോളം ഞാൻ പരീക്ഷിക്കത്തില്ല, കാരണം എനിക്ക് എന്റെ അനുഭവം അറിയാലോ. ഓക്കെ, അതുകൊണ്ട് ഞാൻ ചോദിക്കത്തില്ല. അപ്പോ ഇത് പറയൂ, പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം. എന്നാല് പിടിവള്ളി തോമസ് ചേട്ടനും ഷിജു ചേട്ടനോട് 2 ചേട്ടന്മാരുടെ കൂടി ആലോചിച്ച് ഒരു ഉത്തരം പറയും. ഇന്ത്യയിൽ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം 5 ഓപ്ഷൻസ്: നാഗ്പൂർ, ഗോവ, ശ്രീനഗർ, ജയ്പൂർ, ഇംഫാൽ. ജയ്പൂർ. KSRTC സർവീസ് പോയിട്ടുണ്ടോ? ജയ്പൂർ എനിക്ക് ഉറപ്പാ. മുറുക്കാമോ? തോമസ് ചേട്ടൻ പറഞ്ഞാൽ മുറുക്കാം. ആ, തോമസ് ചേട്ടന് കഴിഞ്ഞ കുറച്ച് കാലമായി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് മുറുക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോ ഓപ്ഷൻ ഡി പൂട്ടിട്ടോ? കൂട്ടിയേക്കാം. ഓപ്ഷൻ ഡി പൂട്ടി. ജയ്പൂർ, പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ജയ്പൂർ ആണെന്നാണ് ജെയ്സൺ ജോസഫ് തോമസ് ചേട്ടന്റെ പിൻബലത്തിൽ പറഞ്ഞിരിക്കുന്നത്. താങ്കൾ പറഞ്ഞ ഉത്തരം നിർഭാഗ്യവശാൽ ശരിയാണ്. ഉത്തരം ശരിയാണ്. ഓപ്ഷൻ ഡി. അപ്പൊ എത്രയായി ഇപ്പൊ കീശയില്? 1 ലക്ഷം രൂപയായി അല്ലേ? ഒരു ദിവസം ഇരുമേലി ഡിപ്പോയിൽ അടക്കേണ്ട ഏകദേശം മാക്സിമം യാത്രക്കാർ കയറി എത്ര രൂപ അടയ്ക്കും? ഫാസ്റ്റ് പാസഞ്ചറുകൾക്ക് പരമാവധി ഇപ്പം 30 വരെയൊക്കെ ആയിട്ടുണ്ട്. 30,000 വരെ. ഓർഡിനറികൾക്ക് അത് ഇപ്പം അത് 10 അത്രേ ഉള്ളൂ. 12 1 ലക്ഷം രൂപ യാത്ര തുടങ്ങിയിട്ട് 1 മണിക്കൂറേ ആയുള്ളൂ. കഥച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലേ? ഓക്കെ, നമുക്ക് കുതിപ്പായിരുന്നു ആദ്യം, ഇപ്പൊ ചെറുതായിട്ടൊന്ന് കഥച്ചു തുടങ്ങി. അത് ഏത് വണ്ടി അങ്ങനെ ഏറ്റം കയറുമ്പോ കയറി ചെല്ലട്ടെ, വണ്ടി മറിയാതെ നോക്കിയാൽ മതി. ഓക്കെ, റെഡി. അപ്പൊ നമുക്കിനി ഒരു കാര്യം ചെയ്യാം. നമുക്കിനി 2 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 2 lakhs മോണിറ്റർ. താങ്കളെ ഞാനൊരു ദൃശ്യം കാണിച്ചു തരുന്നു. കണ്ണിന് സുഖം പകരുന്ന എരുമേലി റൂട്ടിലേക്ക് പോകുമ്പോൾ കാണുന്ന പോലെ നല്ല മനോഹരമായ ഒരു കാഴ്ച. താങ്കൾ LED നോക്കൂ. ഇവിടെ മനോഹരമായൊരു വീഡിയോ വരാൻ പോകും. മംഗളം. ഭയപ്പെടേണ്ട, അടുത്ത ആശ്രമത്തിലെ മുനികുമാരനാണ് ഞാൻ. നമ്മൾ പറയില്ലേ, ഞാൻ അടുത്ത സ്റ്റാൻഡിലെ KSRTC ഡ്രൈവറാണെന്ന് പറയുന്ന പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ രചന നിർവഹിച്ചത് ആരാണ്? ഓപ്ഷൻ എ പത്മരാജൻ, ഓപ്ഷൻ ബി MD വാസുദേവൻ നായർ, ഓപ്ഷൻ സി ഭരതൻ, ഓപ്ഷൻ ഡി ലോഹിതദാസ്, ഓപ്ഷൻ എ ടി ദാമോദരൻ. ഈ ചിത്രം ഏതാണെന്ന് മനസ്സിലായോ? വൈശാലിയാണ്. കറക്റ്റ്. 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. താങ്കൾ തെറ്റിയാൽ 10,000 രൂപ വണ്ടി കൂലിക്കുള്ള കാശ് തയ്ക്കും കാറിൽ പോകാൻ. പക്ഷേ പിന്മാറിയാൽ 1 ലക്ഷം രൂപയുടെ 50,000 കൈ കിട്ടും. 50,000. ഒരു സൂപ്പർ ഫാസ്റ്റ് വണ്ടി ഓടി വന്നാൽ ഇത്രയും പൈസ കിട്ടുന്നത്. ഇനിയിപ്പോ പിടിവള്ളി ഒന്നുമില്ല, ഇനി ഒരു പിടിവള്ളി മാത്രമേ ഉള്ളൂ. 2 ഉത്തരം താങ്കൾക്ക് തിരഞ്ഞെടുക്കാം. ആ 2 ഉത്തരത്തിലേക്ക് താങ്കൾക്ക് ഈ 2 ലക്ഷം രൂപയുടെ പണം പകുത്തു വയ്ക്കാം. അപ്പൊ അതിൽ ശരി ഉത്തരത്തിൽ വയ്ക്കുന്ന പണം കൊണ്ട് താങ്കൾക്ക് മടങ്ങാം. 2 ഉത്തരവും തെറ്റിയാൽ പിന്നെയും ബാക്ക് ടു സ്ക്വയർ 1, 10,000 രൂപ. പകുത്ത് വെക്കാം, കുഴപ്പമില്ല. പകുത്തു വെച്ചാൽ കളി അതോടെ തീരും. ആ, പകുത്തു വെക്കാൻ തീരുമാനിച്ചോ താങ്കൾ? ഞാൻ MT പറയാട്ടെ എന്ന് ആലോചിക്കുകയാണ്. വാസുദേവൻ നായർ. ഈ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ബൈബിളിൽ വെച്ചിട്ടൊരു പ്രണയലേഖനം കൊടുത്തില്ല, അന്ന് താങ്കൾ ഒരു തീരുമാനം എടുത്തില്ല? ആ, ഇതൊരു ധൈര്യത്തോടെ എടുത്ത തീരുമാനം കൊണ്ടല്ലേ ഇപ്പൊ ടീച്ചർ കൂടെ ഉള്ളത് അല്ലേ? അതെ. ആ, അപ്പൊ തീരുമാനിക്കൂ. MT വാസുദേവൻ നായർ. പൂട്ടാമോ? MD ഒന്നും അങ്ങനെ ഒരു പൂട്ടാൻ പറ്റത്തില്ല. ഞാൻ പൂട്ടി. അങ്ങനെ പൂട്ടാൻ പറ്റുന്ന ആളല്ല അദ്ദേഹം. ജ്ഞാനപീഠം കയറിയ മനുഷ്യനാണ്.
ഓക്കെ, അപ്പൊ നമ്മൾ പൂട്ടി. എന്റെ സുഹൃത്തെ ജെയ്സൺ ജോസഫ്, താങ്കളുടെ എല്ലാ ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, താങ്കൾ പറഞ്ഞ ഉത്തരം ഇങ്ങനെയാ പറയാ. താങ്കളൊരു വലിയ കർമ്മം ചെയ്ത ഒരാളാണ്. താങ്കളുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്, അതേസമയം വേദനയുണ്ട്. വേറെ ഒരു എഴുത്തുകാരന്റെ പേര് പറയാൻ താങ്കൾക്ക് തോന്നിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാരണം അതിന്റെ ഉത്തരം ഇതാണ്. MD വാസുദേവൻ നായരാണ് ശരി ഉത്തരം. ഓക്കെ ഓക്കെ, കൊള്ളായിരുന്നല്ലേ തോമസ് ചേട്ടാ? 2 ലക്ഷം രൂപ താങ്കൾക്ക് കിട്ടിയിരിക്കുന്നു. ഇനി നമ്മൾ 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ടീച്ചർ എന്താ പറഞ്ഞത്? 1 കോടിയിലേക്ക് പോവുകയാണ്. ടീച്ചറെ ക്ഷണിച്ചായിരുന്നു. ടീച്ചറെ കൊണ്ടുവരാമായിരുന്നു. എനിക്ക് ആ ബൈബിൾ പ്രയോഗം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ്. ഇനി പലരും ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പം ബൈബിളിൽ ഭയങ്കര മാർക്കറ്റ് ആവും അല്ലേ? ഇനി ബൈബിൾ എങ്ങാണ് ആവശ്യമില്ലാതെ ആരെങ്കിലും ഉപയോഗിച്ചാൽ അതെ അതെ. ബൈബിളിൽ ഏത് വാക്യമാണ് താങ്കൾ ഏറ്റവും ആകർഷിച്ചിരിക്കുന്നത്? അന്യരോട് പ്രണയം കാണിക്കുന്നവന് ദൈവസായുജ്യം ലഭിക്കാൻ അങ്ങനെ പ്രണയമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ വാക്യമില്ലല്ലേ? നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ സ്നേഹിച്ചല്ലോ, അതല്ലേ ജോളി ടീച്ചർ അല്ലേ? നിങ്ങൾക്ക് എന്ത് കിട്ടണം നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ മറ്റുള്ളവരോട് ചെയ്യുക. അതാണ് ശരിക്കും പറഞ്ഞാൽ ആ ബൈബിൾ വാക്യമായിരുന്നു താങ്കൾ എന്ന ഉരുൾപൊട്ടൽ ഡേയില് താങ്കൾ നിറവേറ്റിയെന്നു അല്ലേ? അങ്ങനെ ചെയ്യും. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവത്തില്ല. ഈ ലോകത്ത് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഇനിയിപ്പം ഭാര്യ എന്താ പറഞ്ഞത്? 1 കോടിയിൽ പങ്കെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ ആയിരുന്നു? നമുക്ക് ടീച്ചറോട് നല്ല 2 ചോദ്യമൊക്കെ ചോദിക്കാം. വരാൻ പറ്റാത്ത സാഹചര്യം എന്ന് വെച്ചാൽ അവരുടെ സ്കൂള് ഓപ്പൺ ചെയ്യാൻ പോവാണ്. സ്കൂളുകളെല്ലാം ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പം ടീച്ചർക്കാണ് അതിന്റെ ക്ലീനിങ് റെഡി ആക്കുന്നതിന്റെ ചാർജും കാര്യങ്ങളും. ടീച്ചർ നിയർ ബൈ ആണ് താമസിക്കുന്നത്. അപ്പം സ്കൂളിന്റെ ഉത്തരവാദിത്തം വിട്ട് എനിക്ക് വരാൻ പറ്റുകയില്ല. അടുത്ത പ്രാവശ്യം ആകട്ടെ. നന്നായി നന്നായി ടീച്ചറെ. ടീച്ചർ താങ്കൾ സർവീസ് നടന്ന ബസ്സിലേക്ക് ചാടിക്കയറി വന്നാൽ ടീച്ചർക്ക് ടിക്കറ്റ് അടിക്കുമോ? ബസ്സിൽ കയറുന്ന യാത്രക്കാർക്കല്ല ടിക്കറ്റ് അടിക്കും. അച്ചാച്ചൻ കയറിയാലേ ഞാൻ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ആരാണ് ടിക്കറ്റ് കൊടുക്കാന്നുള്ള എന്റെ കടമയ ഉത്തരവാദിത്തമാണ്. അത് ഞാൻ ചെയ്യും. വിജയ് പ്രഭാകർ സാറിന് സന്തോഷമായി കാണും. ഒരു ടിക്കറ്റും അടിക്കാതെ വിടത്തില്ല എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്കിനി ഒരു കാര്യം ചെയ്യാം. നമുക്കിനി 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 3 lakhs മോണിറ്റർ. മിസ്റ്റർ ജെയ്സൺ ജോസഫ്, ചോദ്യം ഇതാണ്. ഇന്ത്യയുടെ ഏത് ഭാഗത്തുള്ള സംസ്ഥാനമാണ് 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ തെക്ക്, ഓപ്ഷൻ ബി വടക്ക്, ഓപ്ഷൻ സി പടിഞ്ഞാറ്, ഓപ്ഷൻ ഡി വടക്ക് കിഴക്ക്, ഓപ്ഷൻ ഡി തെക്ക് പടിഞ്ഞാറ്. ആസാം മേഘാലയക്കുള്ള വടക്ക് കിഴക്കല്ലേ? വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് പറയാലോ. 3 ലക്ഷത്തിന്റെ ചോദ്യമാണ്. തെറ്റിയാൽ only 20,000 rupees. പിൻവാങ്ങിയാൽ 1 ലക്ഷം, വിജയിച്ചാൽ 3 ലക്ഷം. കളി തുടരും. 7 സിസ്റ്റേഴ്സ്. യെസ്, നോട്ട് 8. വടക്ക് കിഴക്കാനാണ് സാധ്യത. തോമസ് ചേട്ടന്റെ ഉള്ളിലുണ്ട്, പക്ഷെ പറയാൻ പറ്റത്തില്ല. തോമസ് ചേട്ടന്റെ ഊഴമില്ല. തോമസ് ചേട്ടൻ അവിടെ ഇവിടെ പോയിട്ടുണ്ട് കേട്ടോ. അതെ അതെ അതെ, തീർച്ചയായിട്ടും പോയിട്ടുണ്ട്. ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് 7 സിസ്റ്റേഴ്സ്? പോട്ടെ അല്ലേ? നമ്മളെല്ലാം തീരുമാനങ്ങൾ ധൈര്യത്തോടെ എടുത്ത ആൾക്കാരല്ലേ. ആ വെള്ളം ഇങ്ങനെ കുത്തൊഴുകി വന്നപ്പോഴേ, ഉരുൾപൊട്ടി വന്ന വെള്ളത്തിന്റെ നടുവിൽ കയറിയാൽ ഇതിന്റെ കൂടെ അങ്ങ് പോകത്തില്ലായിരുന്നു. തീർച്ചയായിട്ടും അല്ലേ? സാധ്യത ഉണ്ടായിരുന്നല്ലോ. മരണം പതുങ്ങി വെള്ളമായിട്ട് വന്നതല്ലേ. തെക്കല്ല, പടിഞ്ഞാറല്ല, തെക്ക് പടിഞ്ഞാറല്ല, വടക്ക് കിഴക്ക്. എല്ലാ ഉത്തരം കൂട്ടണം. വടക്ക് കിഴക്ക് പൂട്ടിയാലും കൂട്ടാൻ താങ്കൾ തീരുമാനിക്കണം. വടക്ക് കിഴക്ക് പൂട്ടി. വടക്ക് കിഴക്ക് പൂട്ടി. നീ തുറക്കുന്നു. തുറന്നോക്കാം. എന്ത് സംഭവിക്കും? എന്ത് സംഭവിച്ചാലും ഞാൻ ഹാപ്പിയാണ്, ഞങ്ങൾ ഹാപ്പിയാണ്. മിസ്റ്റർ ജെയ്സൺ ജോസഫ്, കുറച്ചുകൂടി താങ്കൾ കോമൺ സെൻസ് അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ താങ്കൾക്ക് ഒരു പക്ഷേ ഈ 3 ലക്ഷത്തിന്റെ കടമ്പ കടക്കാമായിരുന്നു. താങ്കൾക്ക് അത് കഴിയാതെ. എന്താ ചെയ്യാം? ഐ എം വെരി സോറി മിസ്റ്റർ ജെയ്സൺ ജോസഫ്. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഓക്കെ, അപ്പൊ റെഡിയാണ്. അപ്പൊ എത്രയാ? 3 ലക്ഷം രൂപയുടെ മറുപടിയാണ് മിസ്റ്റർ ജോയ്സൺ ജോസഫ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടിട്ട് KSRTC ജോലി ഒന്നും രാജിവെച്ച് കളയരുത്. ഒരിക്കലും. കാരണം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയാണ് KSRTC കണ്ടക്ടർ ആവുക എന്നുള്ളത്, ആ കണ്ടക്ടർ ആയിരിക്കുക എന്നുള്ളത്. കാരണം കഴിഞ്ഞ കോവിഡ് കാലത്ത് കോണ്ടാക്ട് എങ്ങനെയുണ്ട്? വെരി ഗുഡ് ആയിരിക്കും. വെരി ഗുഡ് ആയിരിക്കോ? ഗുഡ് ആയിരിക്കോ? ഗുഡ് ആയിരിക്കും ആൾക്കാർ തരുന്നത്. യാത്രക്കാരനോട് ഏറ്റവും സമ്മനസ്യത്തോട് പെരുമാറിയ ദിവസം ഏതാ? പലപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ സർവീസ് കയറിയ സമയത്ത് എനിക്ക് പെട്ടെന്ന് ആൾക്കാരൊക്കെ താങ്കൾ എങ്ങനെ ഒരു ക്ഷിപ്രകോപിയാണോ? ദേഷ്യം വരുന്ന ആളാണോ? ആയിരുന്നു. ടീച്ചറിന് അങ്ങനെ അഭിപ്രായമുണ്ട്? ടീച്ചർക്ക് അഭിപ്രായമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ടീച്ചർ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. താങ്കൾ ഒരു ക്ഷിപ്രകോപിയാണെന്നും കോപം വന്നാൽ താങ്കൾ എന്തും ചെയ്യുമെന്നും
അവസാനം അവർക്ക് പലപ്പോഴും ചില ആയുധങ്ങൾ കയ്യിലെടുക്കേണ്ട അവസ്ഥ വരുമെന്നും അങ്ങനെയുണ്ടോ? അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അവിടെ ഈ വീട്ടിൽ ചെലവയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് കണ്ടക്ടർക്ക് വ്യക്തിപരമായിട്ട് ക്ഷോഭം വന്നാലും അത് നിയന്ത്രിക്കണം. നിയന്ത്രിക്കാനുള്ള കണ്ടക്ടറിന്റെ KSRTC ബസ് യു ആർ ഇൻ ടു പബ്ലിക് സർവീസ് അല്ലേ? ഓക്കെ, ഇതിലേക്ക് എത്തി. അതിലേക്ക് എത്തി. ബഫർ സോൺ ഉണ്ട് എനിക്ക് എപ്പോഴും ബഫറായിട്ട്. കാരണം ആര് പ്രതികരിച്ചാലും അല്ലെങ്കിൽ താങ്കൾക്ക് ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞില്ല. എന്റെ നാട്ടിൽ നിന്നൊരു അമ്മ എന്നെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത്, നിനക്ക് കോപം വന്നു കഴിഞ്ഞാൽ നീ നല്ല മുറുക്കാൻ വാങ്ങിച്ച് വായിട്ട് വെക്കണം മോനെ എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ നിയന്ത്രിച്ചു. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചൂടാവില്ലല്ലോ. അപ്പൊ ചൂടാകാതിരിക്കാൻ ഇതേ മാർക്കുള്ളൂ. കുട്ടേട്ടാ, ഇദ്ദേഹത്തിന് PhD കഴിഞ്ഞതിന് ശേഷം ഒരു വിഷമമുണ്ട്. അദ്ദേഹത്തിന് അദ്ദേഹം പഠിച്ച കാര്യവുമായി ബന്ധപ്പെടുത്തി ജോലിക്ക് കയറാൻ സാധിക്കുന്നില്ല എന്ന്. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ബോസ് ഒന്ന് ഉപദേശിക്കുക അദ്ദേഹത്തിന്. അദ്ദേഹം അവിടെ എത്തും. അദ്ദേഹം മനസ്സിലത് ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ പഠിച്ച സസ്യശാസ്ത്രവും താങ്കളുടെ നമ്മുടെ ആ കല്ലിന്റെ കേസുണ്ടല്ലോ, എന്ത് കല്ല്? കല്ലൂർ കല്ല്, കല്ലൂർ വഞ്ചി. ആ കല്ലൂർ വഞ്ചി തുഴഞ്ഞ് താങ്കൾ അപ്പുറം ഇറങ്ങും. ഒരു ദിവസം വരും, താങ്കൾ എന്നെ ഫോൺ ചെയ്യും. ഉണ്ടാവട്ടെ. ഉരുൾപൊട്ടൽ ഇല്ലാത്തൊരു ദിവസം താങ്കളുടെ ഫോൺ വിളിക്കാൻ കാത്തിരിക്കുന്നു. തീർച്ചയായിട്ടും. കല്ലൂർ വഞ്ചി കടന്ന് താങ്കൾ ജീവിതത്തിന്റെ വേറൊരു വഞ്ചിയിൽ കയറി. ഒരു ഗവേഷണ രംഗത്ത് തന്നെ തുടരാനാണ് മനസ്സിലാഗ്രഹം. പക്ഷെ ഞാൻ ഒരിക്കലും KSRTC ഈ കണ്ടക്ടർ ജോലി ഞാൻ ഉപേക്ഷിച്ച് കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഇഷ്ടത്തോടല്ലേ താങ്കൾ ചെയ്യുന്നത്? സംതൃപ്തിയോടെയാണ്. കാര്യം KSRTC ആണ് താങ്കളുടെ അന്നദാതാവ്. തീർച്ചയായിട്ടും. കാരണം കോവിഡ് കാലത്ത് മാത്രമല്ല, ജനങ്ങളെ ഏറ്റവും സേവിക്കാൻ കഴിയുന്ന 2-3 ഡിപ്പാർട്ട്മെന്റ്, ഒന്ന് KSRTC, ഒന്ന് പോസ്റ്റ് ഓഫീസ്. ഇതൊക്കെ അവിടെ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും. എത്രയോ അധികം ആൾക്കാരുടെ ജീവിതം കാണാൻ പറ്റും. പല ഒരുപാട് ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിനി 5 ലക്ഷം രൂപയുടെ ചോദ്യം, 5 lakhs, 5 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. തോമസ് ചേട്ടാ, 5 ലക്ഷം രൂപയുടെ ചോദ്യമാണ് ഇനി വരാൻ പോകുന്നത്. 5 lakhs. ഈ യഥാർത്ഥത്തിൽ താങ്കളുടെ വീട്ടിൽ നിന്ന് യാത്ര ചെയ്തിറങ്ങുമ്പോൾ വണ്ടിയിൽ കയറി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരിക്കലും കരുതി കാണില്ല 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കും. പ്രതീക്ഷിച്ചില്ല. എല്ലാം പെട്ടെന്നായി. മോണിറ്റർ പ്ലീസ്. അടുത്ത ചോദ്യം ഇതാണ്. 5 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 2020 ലോകകപ്പിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ്? ഓപ്ഷൻ എ ഗൗതം ഗംഭീർ, ഓപ്ഷൻ ബി വീരേന്ദ്ര സെവാഗ്, ഓപ്ഷൻ സി യുവരാജ് സിംഗ്, ഓപ്ഷൻ ഡി സുരേഷ് റൈന, ഓപ്ഷൻ ഇ രോഹിത് ശർമ്മ. 2020 ലോകകപ്പിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം. കായിക രംഗത്തെ കുറിച്ചുള്ള അറിവൊക്കെ എങ്ങനെയാണ്? ഞാൻ കളി അറിയാമോ? ക്രിക്കറ്റ് കളിക്കാറുണ്ട്, പക്ഷെ കാണാറില്ല. നമുക്ക് ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലേ? ഓപ്ഷൻസ് ഒന്നുമില്ല, പിടിവള്ളിയില്ല. ഇനി നമുക്ക് മറ്റേ സംഭവം ഉണ്ട്, നമ്മുടെ പകുത്ത് മത്സരിക്കുക, പങ്കിട്ടെടുക്കാം. അതിൽ തെറ്റിയാൽ 30,000 ആയി പോകും. പക്ഷേ താങ്കൾക്ക് 2 ഉത്തരം തിരഞ്ഞെടുക്കാം. 2 ഉത്തരം തിരഞ്ഞെടുത്താൽ ഇഷ്ടമുള്ള പണം, എന്നാൽ 5 ലക്ഷം പകുത്ത് വയ്ക്കുമ്പോൾ 4 1 വെച്ച് വയ്ക്കാം, 4 അരയും വെച്ച് വയ്ക്കാം, 4 90 10 വെച്ച് വയ്ക്കാം. 4 90 അങ്ങനെ ലാഭകരമായി കഴിഞ്ഞാലുണ്ടല്ലോ, ശരിയാണെന്ന് വന്നാൽ ജീവിതം പിന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരവായിരിക്കും ഇത്. ആയിരിക്കും. അവർ പറയുന്നുണ്ടാവും. പ്രത്യേകിച്ച് നിങ്ങളൊരു അനുഭവം ഉണ്ട്, നിങ്ങളെ നല്ല കാര്യം ചെയ്ത ആളല്ലേ. തീർച്ചയായിട്ടും. നിങ്ങളുടെ തലയിൽ അത് ഉദിക്കണമെന്നൊക്കെ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ടാവും. ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന സമയം എനിക്കൊന്ന് നമ്മളെക്കാളും കൂടുതൽ എന്നെക്കാളും കൂടുതൽ പ്രേക്ഷകർ തന്നെയായി. ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഭാര്യയായിരിക്കും, ടീച്ചർ. ഓ വേണമെങ്കിൽ പകുത്ത് കളിക്കാം, അതല്ലെങ്കിൽ ഉത്തരം ധൈര്യമായിട്ട് പറയാം, അതല്ലെങ്കിൽ പിന്മാറാം, അതല്ലെങ്കിൽ തോറ്റുമടങ്ങാം. തെറ്റുത്തരം പറഞ്ഞു 30,000 കിട്ടും കേട്ടോ, ചെറിയ കാര്യമല്ലത്. 30,000 നിർത്തിയാലും അല്ല, പിന്മാറും എന്നാണോ? പിന്മാറ്റമാണോ താങ്കൾ? കിട്ടിയാനാണോ? തെറ്റ് പറയണ്ടല്ലേ. കിട്ടിയാ. അപ്പൊ താങ്കൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഞാൻ കിട്ടിയാണ്. അപ്പൊ ജെയ്സൺ ജോസഫ്, താങ്കൾ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ഒരു ബസ് കണ്ടക്ടറാണ്. KSRTC എഴുമേലി ഡിപ്പോയിൽ താങ്കൾ ജോലി ചെയ്യുന്നു. താങ്കൾ കിട്ടിയിരിക്കുന്നു. അപ്പോൾ 1.5 ലക്ഷം രൂപ ഇപ്പോൾ താങ്കളുടെ ബാഗിലുണ്ട്. അപ്പൊ സന്തോഷം. തോമസ് ചേട്ടായി കിട്ടിയത് ബുദ്ധിപരമായ തീരുമാനമായോ? ബുദ്ധിപരമായ തീരുമാനം. ഈ വണ്ടിയുടെ ബ്രേക്ക് പോകുമ്പോ എന്താ സംഭവിക്കുക? എവിടെങ്കിലും ഉണ്ട് കയ്യാലയിലോട്ട് ചാരി നമ്മൾ വണ്ടി നിർത്തും. ഇപ്പൊ ഒരു കയ്യാലയിൽ ഹാൻഡ് ബ്രേക്ക് ഉണ്ടല്ലേ, കയ്യാലെ ചാരണ്ട്. അപ്പൊ കിട്ടിയത് ബുദ്ധിയായെന്നാണോ? തീർച്ചയായും അല്ലേ? ഇനിയിപ്പോ എന്തായാലും നമ്മുടെ കൈ വിട്ടുപോയി. ഇഷ്ടമുള്ള ഉത്തരം പറയും. സെവാഗ്, വീരേന്ദ്ര സെവാഗ്. ഒരു കാര്യം ചെയ്യാം, നമ്മൾ നിങ്ങളോടൊപ്പം ഒന്ന് പ്രവർത്തിച്ച ആളല്ലേ തോമസ് ചേട്ടൻ. തോമസ് ചേട്ടനോട് ഒരു അവസരം കൊടുക്കാം. തോമസ് ചേട്ടാ, ക്രിക്കറ്റ് കളിയൊക്കെ ഇഷ്ടമാണോ? കാണാറുണ്ട്. അപ്പോ കളി കാണാറുണ്ട്. അപ്പൊ തോമസ് ചേട്ടൻ ഒരു പേരെന്ന് പറഞ്ഞു. വീരേന്ദ്ര സെവാഗ്. നല്ല കൂട്ടായിരുന്നു കേട്ടോ. താങ്കൾ ഇവിടെ ഉണ്ടായി രക്ഷപ്പെട്ടു പോയെന്നെ. പക്ഷേ അതും ശരിയല്ല.
ഓക്കെ, ഉത്തരം സുരേഷ് റെയ്നയാണ്. 2010 ഈ സംഭവം. 2020 ലോകകപ്പിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം സുരേഷ് റെയ്നയാണ്. അപ്പൊ താങ്കൾ വളരെ സാഹസികമായിട്ട് അത് പിൻവാങ്ങി. വിജയകരമായ പിന്മാറ്റമാണ്, നന്നായി. കാര്യം അതുകൊണ്ട് 1.5 ലക്ഷം രൂപ ഇപ്പോൾ ബാഗിൽ ബാക്കിയാണ്. കണക്ക് കൂട്ടാൻ അറിയില്ല എന്ന് താങ്കൾ നേരത്തെ പറഞ്ഞ് ഞാൻ തിരുത്തുന്നു. താങ്കൾ കണക്ക് പുസ്തകത്തിൽ ചിലതൊക്കെ എഴുതി ചേർക്കാൻ പറ്റിയ ആളാണ്. ഓക്കെ, താങ്കളെ പരിചയപ്പെടാൻ പറ്റിയത് പക്ഷേ വലിയൊരു സന്ദർഭമായിട്ടാണ് ഞാൻ കാണുന്നത്. താങ്കളെ കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത അഭിമാനമുണ്ട്. ഫ്ലവേഴ്സിന്റെ ഒരു സല്യൂട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും. ഓക്കെ തോമസ് ചേട്ടാ, ബിഗ് സല്യൂട്ട് ടു ബോത്ത് ഓഫ് യു. അപ്പൊ ഇനി നമുക്ക് താഴോട്ട് പോയാലോ? താഴോട്ട് പോവാം. എങ്ങനെ വന്നാലും നമുക്ക് താഴോട്ട് പോയേ പറ്റും. ബസ്സില്ലേ, അതിന്റെ മുകളിൽ കയറിയാലും താഴെ ഇറങ്ങണ്ടേ? വന്ന വഴി പോവാം അല്ലേ? അതെ. ഓക്കെ, അപ്പൊ കുട്ടേട്ടാ ലെവൽ 1. മിസ്റ്റർ ജെയ്സൺ ജോസഫ്, 1.5 ലക്ഷത്തിന്റെ ചെക്ക് നല്ല ഐശ്വര്യമായിട്ട് വളരെ നിറഞ്ഞ മനസ്സോടെ ഞാൻ ഒപ്പിട്ടിരിക്കുന്നു. താങ്ക് യു. പിന്നെ താങ്കൾക്ക് ഒരു പ്രത്യേക സന്തോഷമുണ്ട്. ഈ കോവിഡ് കാലത്ത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഈ ആരോഗ്യവകുപ്പിന്റെ കീഴിലല്ലേ താങ്കൾ പ്രവർത്തിക്കുന്നു? അതെ സാറേ. അല്ലേ? അതെ. അപ്പൊ അത് വളരെ സന്തോഷമുണ്ട്. എത്ര കാലം കഴിഞ്ഞാലും ഈ കോവിഡ് ഇനിയും വരും, അത് വരത്തില്ലെന്ന് വിശ്വാസമൊന്നുമില്ല. എന്നാലും നിങ്ങളുടെയൊക്കെ സാന്നിധ്യമാണ് ആളുകൾക്ക് ധൈര്യം പകർന്നു. ഇപ്പൊ ആൾക്കാർക്ക് ഈ കൃമികീട ഒഴിഞ്ഞു പോയി എന്നൊരു തോന്നലുണ്ട് അല്ലേ? ഒരു പനി പോലെ ഇനി നമുക്കിടയിൽ ചിലപ്പോൾ ഇതുണ്ടാകും. അഡ്ജസ്റ്റബിൾ ആയാനോ? മാത്രമല്ല സാധാരണ ജീവിതത്തിലേക്ക് മലയാളികളും മടങ്ങി വന്നുകൊണ്ടിരിക്കും. അവരുടെ മുഖത്തൊക്കെ ഒരു ചിരിയുണ്ട്. ഓക്കെ, അതിലെ ആ ചിരി ഉണ്ടാക്കുന്നതിൽ പാടുപെട്ടുള്ള ഒരാൾ താങ്കളുമാണ്. താങ്ക് യു. വരൂ ജെയ്സൺ ജോസഫ്, താങ്കൾക്ക് മൈജി നൽകുന്ന 1.5 ലക്ഷം രൂപയുടെ ചെക്ക് ഞാൻ തരുന്നു. സസ്യശാസ്ത്രക്കാരാ ആ കല്ലൂർ വഞ്ചി താങ്കൾ നന്നായി തുഴഞ്ഞു. താങ്ക് യു വെരി മച്ച്. അപ്പൊ ഇനി ഒന്നുകൂടെ ഉണ്ട്. ഏറ്റവും പ്രധാനം ഇതാണ്, താങ്കൾ ഇവിടെ വന്നു. മിസ്റ്റർ ജെയ്സൺ ജോസഫ് ഫോർ പാർട്ടിസിപ്പേഷൻ ദ ഫ്ലവേഴ്സ് 1 കോടി. അപ്പോൾ സർട്ടിഫിക്കറ്റ് പാർട്ടിസിപ്പേഷൻ ആണിത്. അപ്പോൾ വളരെ സന്തോഷം. നിങ്ങളുടെ വണ്ടി നല്ല വേഗത്തിൽ തന്നെ KSRTC പോയിക്കോട്ടെ. മാത്രമല്ല എന്തെങ്കിലും ഒരിക്കൽ KSRTC ലാഭകരമാകുന്ന നിമിഷത്തിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ എരിമേലിക്കുള്ള വഴി ഇതുവഴി. ഓക്കെ, താങ്ക് യു. ജെയ്സൺ ജോസഫ് സ്റ്റാൻഡ് വിട്ടുപോയി. ഇന്നത്തെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്കറിയുന്നത് പോലെ ഏറ്റവും അഭിമാനകരമായ ചില നിമിഷങ്ങൾ ഈ ചെറുപ്പക്കാരനും അതേപോലെ നമ്മുടെ തോമസ് ചേട്ടനും സമ്മാനിച്ചു. നമ്മൾ മലയാളികൾക്കും ലോകമെമ്പാടുമുള്ള മനുഷ്യ സമൂഹത്തിനും സന്തോഷം പകരുന്ന അഭിമാനമുണ്ടാക്കുന്ന കാഴ്ചയാണ് അവർ ഈ ഉൾപൊട്ടൽ കാലത്ത് നമുക്ക് സമ്മാനിച്ചത്. അവരുടെ ഈ ത്യാഗോജ്വലമായ പ്രവൃത്തി ഓർത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം. ഗുഡ് ബൈ.